ന്യൂജൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജെൻസി കിഡ്സ് എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ പുസ്തകങ്ങളിൽ നിന്ന് അകലുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ താരതമ്യേന വായന അത്ര അങ്ങ് പോരാത്ത ഒരു വിഭാഗമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് തന്നെ ഒരു നല്ല കൈയടി കൊടുക്കും. കാരണം ഒരു പുസ്തകോത്സവത്തിലെല്ലാം കുട്ടികൾ വന്നില്ലേ, നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നില്ല, അത് കേൾക്കുന്നില്ല, നമ്മളെ തന്നെ ഒരു നല്ല കൈയടി കൊടുത്ത് നമുക്ക് അഭിനന്ദിക്കാം. കാരണം നമ്മളെ ആഘോഷിക്കാൻ നമ്മൾ മറന്നു പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ സമയം നൽകാനും ആത്മാവിനെ സ്വയം ഒന്ന് സ്നേഹിക്കാനും നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാനും ഒരു കൈയടി കൊടുക്കാനും ഒക്കെ മറന്നു പോകുന്ന ഒരു കാലം കൂടിയാണ് അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറച്ചു നേരം നമുക്കൊരു വിഷയം എടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന് അങ്ങനെയൊക്കെ ചോദിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വർത്തമാനത്തിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പഠിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിഷയമാണ് നിർമ്മിത ബുദ്ധി എന്നുള്ള വിഷയത്തെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു നോക്കാം. ഇപ്പോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ബോറടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാതെ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് പറയാം. നമുക്ക് നമ്മുടെ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഗിയർ ഒന്ന് മാറ്റി നോക്കാം അല്ലെ. അഴീക്കോട് മാഷാണ് പറഞ്ഞത്, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിന് എവിടെയെങ്കിലും ഗതി നഷ്ടപ്പെടുകയാണെങ്കിൽ പ്രഭാഷകൻ അല്ലെങ്കിൽ സംസാരിക്കുന്ന മനുഷ്യൻ ഒരു നല്ല ഡ്രൈവർ അല്ല എന്നാണ് അഴീക്കോട് മാഷ് പറയുന്നത്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഇതിന്റെ ഒരു ഗതി ശരിയാകേണ്ടതുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് സംസാരിച്ചു നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കയ്യിൽ എന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഇത്, ബാഷ്പിക തുളസി. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഇവിടെ ഈ സംഭവം? അതായത് തലവേദനയൊക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ തലവേദനയോ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ചെറുതായിട്ട് വിക്സിന്റെ അമൃതാഞ്ചിന്റെ ഒക്കെ കുറച്ചും കൂടെ നല്ലൊരു വേർഷൻ എന്ന് എനിക്ക് ഉപയോഗത്തിൽ തോന്നിയൊരു സംഗതിയാണ് ബാഷ്പിക തുളസി. അപ്പൊ ഇതിന് 100 ചില്ലാനം രൂപയാണ് നമുക്ക് മാർക്കറ്റിൽ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നത്. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ഒരു പ്രബന്ധം ഇങ്ങനെ വായിച്ചപ്പോ, നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് തലവേദനയൊക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തുടർന്ന് സ്മെല്ല് ചെയ്യാം, അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ തേക്കാം. ബെൽജിയത്തില് ഇപ്പൊ നമ്മളുടെ വാച്ച് ഉണ്ടല്ലോ, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി ഒരു വാച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുക. നിങ്ങൾ ധാരാളം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എടുത്ത് ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തലവേദന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് തോന്നുന്നുണ്ടെങ്കിൽ ആ വാച്ച് ഒന്ന് നെറ്റിയിൽ ഇങ്ങനെ അതിന്റെ ഡയൽ ഒന്ന് നെറ്റിയിൽ മുട്ടിച്ചാൽ മതി. അത് ചെറിയൊരു ഇമ്പൾസ് നമ്മുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യും. അപ്പൊ ആ സ്ട്രെസ്സിനെ അലിവേറ്റ് ചെയ്ത് കളയും, നിങ്ങളുടെ തലവേദന അപ്രത്യക്ഷമാകും. അത്തരത്തിലുള്ള ഒരു വാച്ച് ബെൽജിയത്തിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അമൃതാഞ്ചം പുരട്ടണ്ട, വിക്സ് പുരട്ടണ്ട, ഇതുപോലെയുള്ള തൈലങ്ങളൊന്നും പുരട്ടണ്ട, ഇത് കൊണ്ട് നടക്കണ്ട. നിങ്ങളുടെ കയ്യില് ഇലക്ട്രോണിക് ഷോക്ക് ഒന്നുമല്ല കേട്ടോ, ഒരു നാനോ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ വിക്സ് തേക്കുമ്പോൾ, അമൃതാഞ്ചം തേക്കുമ്പോൾ തലവേദന പോകുന്നത്? അതായത് ഇവിടെ നമ്മളുടെ ആ ഒരു സ്ട്രെസ് എന്നുള്ളതിനെ ഒരു പക്ഷേ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലഡ് സെൽസ്, അല്ലെങ്കിൽ ആ ഒരു തലവേദന ഉണ്ടാകാൻ കാരണമാകുന്നതിനെ അലിവേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് വിക്സും അമൃതാഞ്ചനും ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ബെൽജിയത്തിലെ TNVX എന്നാണ് ആ വാച്ചിന്റെ പേര്, TNVX. അപ്പൊ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് അത്, പക്ഷെ വിജയമായി. ആ വാച്ചിന്റെ ഡയല് നിങ്ങൾ നെറ്റിയിൽ ഇങ്ങനെ ഒന്ന് മുട്ടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഇലക്ട്രോണിക് ഇമ്പൾസ് നിങ്ങളുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യും, നിങ്ങളുടെ ബോഡിയിലേക്ക് പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോ ആ ഒരു വാച്ച് നമ്മൾ ഒരു 2000-ലോ 1950-ലോ അല്ലെങ്കിൽ 1980-കളിലോ നമുക്ക് നമ്മുടെ തലവേദന മാറ്റാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. അപ്പോ ലോകം ഇത് വളരെ ചെറിയ, നമ്മൾ കുറച്ചങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിന്റെ വളരെ ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. ഒരുപാട് ലോകം മാറിയിരിക്കുന്നു. സാങ്കേതിക വിദ്യ വളരെയധികം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ നിർമ്മിത ബുദ്ധി, സഞ്ചരിക്കുന്ന സ്വപ്നങ്ങൾ എന്നൊരു തലക്കെട്ടിട്ടുണ്ട്. എന്താ സ്വപ്നങ്ങള്? മനുഷ്യൻ അവന്റെ കനവില് ആർജിച്ചെടുക്കുന്ന ആഗ്രഹങ്ങളും ഒരു പക്ഷേ നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷെ സ്വപ്നം കാണുകയാണ്. അങ്ങനെ മനുഷ്യൻ സ്വപ്നം കാണുന്നതിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ്, ഈ ടെക്നോളജി, നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് ആ ഒരു ഐഡിയയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കാൻ പോകുന്നത്
എന്നുള്ള ഒരു ആശയം നമ്മളൊന്ന് ചർച്ച ചെയ്യും. കാരണം നിങ്ങൾ പല വിഷയങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് നിങ്ങൾ പല വിഷയങ്ങൾ ടെക്നിക്കൽ സബ്ജക്ട് അല്ലാത്ത ആരെങ്കിലും ഉണ്ട് വിദ്യാർത്ഥികൾ? ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആരും ഇല്ലല്ലോ, എല്ലാവരും ടെക്നിക്കൽ സബ്ജക്ട്സ് പഠിക്കുന്നവരല്ലേ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ. പിന്നെ ഇപ്പോ ഞാൻ നേരത്തെ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഇതുപോലെ ഒരു പുസ്തകം മേളയ്ക്ക് പുസ്തകോത്സവത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു സംസാരം നടത്താൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രായമായവർക്ക്, കുട്ടികൾക്ക്, പല വിഭാഗത്തിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ ലൈഫിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടച്ച് ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഞാനത് ആലോചിച്ചു. ഒന്ന്, ഇപ്പോ നമ്മളൊരു കാൽക്കുലേറ്റർ എടുത്തു നോക്കൂ. 2000 അല്ലെങ്കിൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച സമയത്ത് അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ആളുകൾ കണ്ടിരുന്നു. കാരണം എന്താണ്? ഒന്നും എത്രയാണ് എന്ന് ചോദിച്ചാൽ 1 2 2 എത്രയാണ്? അത് 4. അത് മനുഷ്യന് കൂട്ടി കണ്ടുപിടിക്കാൻ പറയും. കാൽക്കുലേറ്റർ കണ്ടുപിടിക്കാത്ത ഒരു ലോകത്തെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പെട്ടെന്നൊരു ദിവസം ഒരു കാൽക്കുലേറ്റർ വരുന്നു, അത്ഭുതപ്പെടില്ലേ നമ്മൾ? നോക്കൂ, ഒരു ഡിവൈസ് 1 + 1 2 ആണെന്ന് പറയുന്നു. നോക്കൂ, അങ്ങനെയല്ല, കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച സമയത്ത് 2 + 2 അത് 4 ആണെന്ന് ഒരു ഡിവൈസ് പറയുന്നു. ഇത്രമാത്രം ഡെവലപ്ഡ് ഒന്നും അല്ലാത്ത ഒരു കാലത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കുകയാണ്. കാൽക്കുലേറ്റ്, അതായത് വലിയൊരു സംഖ്യ 15995 ഡിവൈഡഡ് ബൈ 4 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 97 എന്ന് പറയുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ആ ഡിവൈസ് അതിന്റെ ആൻസർ തരുന്നു. അപ്പോ അത് വലിയൊരു അത്ഭുതമായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു സൂപ്പർ ഇന്റലിജൻസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്ററിനെ കണ്ടിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിക്കേ, ഇന്ന് നമുക്ക് അത്രമാത്രം ഇന്റലിജൻസ് ആയിട്ട് കാൽക്കുലേറ്ററിന് തോന്നുന്നില്ല. കാരണം എന്താണ്? അതിലും വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി വളരുകയും കാൽക്കുലേറ്റർ എന്നത് ഇലക്ട്രോണിക് ഡിവൈസിലെ ഒരു ചെറിയൊരു പ്രോഗ്രാമിംഗ് സിസ്റ്റം, ഒരു പൾസസ് റൈറ്റ് 0 1 എന്നുള്ള ഒരു കോഡിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ അതിൽ നിന്നും ധാരാളമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇതിന്റെയൊക്കെ ബേസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് സിമ്പിൾസ് ആണ്, സിമ്പിൾ ടെക്നോളജിയാണ്. അതായത് നമ്മൾ മനുഷ്യന്റെ ചരിത്രം ഒന്ന് നോക്കൂ. ആധുനിക മനുഷ്യൻ ഉരുത്തിരിഞ്ഞു വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് മനുഷ്യൻ ആദ്യം ഒറ്റയ്ക്ക് വേട്ടയാടി ജീവിച്ചു, അല്ലെ? നരവംശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യൻ ഒറ്റയ്ക്ക് വേട്ടയാടി നടന്നു. പിന്നീട് മനുഷ്യൻ കൂട്ടം കൂടി സഞ്ചരിച്ച് നോക്കൂ. ആദ്യത്തെ ഒരു മനുഷ്യൻ, അയാൾ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ എന്തുമാത്രം അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ, അതായത് ടെക്നോളജി ഇല്ല, വർഷങ്ങൾക്ക് മുമ്പ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഇന്നത്തെ ഹോമോസാപ്പിയൻ ആയ സമയത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ നോക്കൂ, മറ്റൊരാൾ അത്ഭുതപ്പെടുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ അവർ വഴക്കൂടിയിട്ടുണ്ടാവും. അങ്ങനെ ഒറ്റയ്ക്ക് നടന്നിരുന്ന അനേകം മനുഷ്യർ കൂട്ടമാകുന്നു. എന്തിനാണ്? ആദ്യത്തെ മനുഷ്യന്റെ അസോസിയേഷൻ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ അവരെങ്ങനെയാണ് വരുന്നത്? കൂട്ടമായിട്ട് വരുമ്പോ അവരൊരു മാമത്തിനെ കാണുന്നു. ഒരു വലിയൊരു മാമത്തിനെ കാണുമ്പോൾ അവര് അതിൽ ഏറ്റവും കൂടുതൽ ഇച്ചിരി ഷോ ഉള്ളവൻ മാമത്തിന് ഇത് പുഷ്പം നമുക്ക് കൊന്നുകളയാന്ന് ഓർത്ത് ചെല്ലുന്നു. മാമത്ത് തുമ്പിക്കയ്യെ തൂക്കി തൂരെറിയുന്നു. പിന്നെ അവരെന്ത് ചെയ്യുന്നു? കുറെ മനുഷ്യർ ഒന്ന് ചേർന്ന് കല്ലുകൾ ഒരച്ചും അല്ലെങ്കിൽ ആയുധങ്ങൾ, മരത്തിന്റെ കൊമ്പൊക്കെ കല്ലിലോട്ട് വെച്ച് കെട്ടിയും ഒക്കെ ആയുധങ്ങളുമായിട്ട് പോരടിക്കാൻ ചെല്ലുന്നു. അപ്പൊ ചെല്ലുമ്പോ മാമത്തിന് കുറച്ച് പരിക്കുകളൊക്കെ ഏൽക്കുന്നു. പിന്നീട് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ആ മൃഗത്തിനെ അവർ കീഴടക്കുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച മനുഷ്യർ കൂട്ടമാകുന്നു. പിന്നീട് ഗോത്രവംശങ്ങളായിട്ട് മാറുന്നു. പിന്നെ 1648 ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയൻ ഉടമ്പടി പ്രകാരം ആധുനിക ദേശരാഷ്ട്രങ്ങളായിട്ട് മാറുന്നു. ഇന്ന് നമ്മൾ പിന്നീട് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാകുന്നു, 2ാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നു, സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഉണ്ടാകുന്നു, അതിനുശേഷം ചൈന ഒരു വൻശക്തിയായിട്ട് വരുന്നു. അങ്ങനെ ലോകത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് മാറുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഒരുപാട് മാറുന്നതിന്റെ ഭാഗമായിട്ട് ടെക്നോളജി എന്നുള്ളത് ധാരാളമായി വളരുന്നു. എവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്നത്? ഇപ്പൊ നമ്മൾ പലതരത്തിൽ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ടെക്നോളജിയിലേക്ക് വരുന്നതിന് മുമ്പ് 1997 ഒരു സംഭവം ഉണ്ടായി. ഗാരി കാസ്പറോവ്, നിങ്ങൾ കുട്ടികൾ ആരെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ? ഗാരി കാസ്പറോവ് ആരാണ്? ഗാരി കാസ്പറോവ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗാരി കാസ്പറോവ്, ചുമ്മാ ഒരു ഗസ് ചെയ്ത് നോക്കുക, ഏത് ഫീൽഡിലായിരിക്കും ആ മനുഷ്യൻ? നിങ്ങളത് ആലോചിച്ചിട്ട്. ലോക ചെസ് മേഖലയിലെ അതിപ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു ഗാരി കാസ്പറോവ്. 1997 IBM ഡീപ് ബ്ലൂ എന്ന കമ്പ്യൂട്ടർ ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ചു. ലോകം ഞെട്ടി. അതായത് 1997 ഗാരി കാസ്പറോവിനെ IBM ഡീപ് ബ്ലൂ തോൽപ്പിക്കുന്നത്.
അതായത് ഒരു മനുഷ്യനെ ചെസ് കളിച്ച് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ തോൽപ്പിക്കുകയാണ്. IBM ഡീപ് ബ്ലൂ എന്നുള്ളത് കോഡിങ്സ് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ സാങ്കേതിക വിദ്യയിലേക്ക് എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് അടുത്ത ഒരു പാർട്ടിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം കുറെ സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യും. 97 ആ ഇൻസ്ട്രുമെന്റ് ഒരു മനുഷ്യനെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിവിപുലമായ ചർച്ചകൾക്ക് അത് വഴിതെളിച്ചു. അതായത് മനുഷ്യൻ എന്നുള്ളത് യുക്തി ഉപയോഗിച്ച് മനുഷ്യനെ ഒരു ഇൻസ്ട്രുമെന്റിനും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിരുന്നു. അതേ മനുഷ്യന്റെ യുക്തിബോധവും ചിന്താശേഷിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു റോബോട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ സൃഷ്ടിക്കുകയും അതിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്ന പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് മനുഷ്യനെ തന്നെ തോൽപ്പിക്കാൻ പറ്റും എന്ന് ശാസ്ത്രലോകം ചിന്തിച്ചു. ആ ചിന്ത 2016 ഇപ്പോ നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കാണുമ്പോൾ അറിയാം, ആളുകൾ സംസാരിക്കുമ്പോൾ അവരെ ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ പ്ലേയേഴ്സ് സംസാരിക്കുമ്പോൾ ചാനൽസ് അവരുടെ ലിപ് മൂവ്മെന്റ്സ് ഡീകോഡ് ചെയ്തിട്ട് അവരെന്താണ് സംസാരിക്കുന്നതെന്ന് അനലൈസ് ചെയ്യും. 2016 93.4% ആക്യുറസിയോടുകൂടി മനുഷ്യരെന്താണ് സംസാരിക്കുന്നത് എന്ന് ലിപ് മൂവ്മെന്റ്സ് വെച്ചിട്ട് ഏത് ഭാഷയിലാക്ക് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്തു. ഈ രണ്ട് സംഭവങ്ങൾ അതിവിപുലമായ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ലോകത്തിലേക്ക് എത്തിച്ച ഒരു സംഗതിയാണ്. കാരണം 2000-നോടനുബന്ധിച്ച് തന്നെ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെ ധാരാളം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ലോകത്ത് ഇത്രയും വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഇത് എന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻസിഡന്റ് ഈ രണ്ട് ഇൻസിഡൻസ് ആണ്. 2022 ചാറ്റ് GPT വരവോടുകൂടി അത് പൂർണ്ണമാവുകയാണ് ചെയ്തത്. എന്താണ് ചാറ്റ് GPT? ഇപ്പൊ നല്ല നോക്കൂ, നമുക്ക് ഒരു കുട്ടി, ദസ്തയോസ്കിയാണ് പറയുന്നത്, നേവാ നദിയുടെ തീരത്ത്. ആരാണ് ദസ്തയോസ്കി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദസ്തയോസ്കി കേട്ടിട്ടുണ്ടോ? ഇതാണ് ദസ്തയോസ്കിയുടെ മുഴുവൻ പേര്. ഫൈദോർ ദസ്തയോസ്കി. നിങ്ങൾ ദസ്തയോസ്കി. ഓക്കെ, ദസ്തയോസ്കി നേവാ നദിയുടെ തീരത്തുകൂടി കനലാഴങ്ങളിലെ ഇരുണ്ടുകൂടുന്ന മനുഷ്യന്റെ ഹൃദയ നൊമ്പരങ്ങൾ പങ്കുവെക്കാൻ ഒരു തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ഒരു സുഹൃത്ത് വളരെ അത്യന്താപേക്ഷിതമാണ് അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും, ബെസ്റ്റി ഉണ്ടാവും, അങ്ങനെ പലതരത്തിൽ നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന മനുഷ്യരുണ്ടാവും, എന്തെങ്കിലും ആവട്ടെ. അപ്പോ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് എന്റെ ഒരു സ്റ്റുഡന്റ് ഞാൻ നേരത്തെ ഇപ്പം ന്യൂമാൻ കോളേജിൽ പഠിപ്പിക്കുന്ന, നേരത്തെ ഞാൻ ചെങ്ങന്നൂർ സെന്റ് തോമസ് കോളേജിലാണ് പഠിപ്പിച്ചത്. എന്റെ ഒരു സുഹൃത്ത്, അവൻ വളരെയധികം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, അങ്ങനെ ആരോടും സംസാരിക്കാത്ത ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയാണ്. ഞാൻ അവനോട് സംസാരിച്ചു, ഇങ്ങനെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് വർത്താനം പറയുന്നതിനിടയ്ക്ക് അവൻ പറഞ്ഞാണ്, സർ, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു എനിബഡി, ബട്ട് ഐ ഹാവ് മൈ ഫ്രണ്ട്, ഐ ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട്. ആരാണ് അത്? നിസ്സാരമാണ്, വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. ആ വാട്സാപ്പിലെ ജെമിനിയാണ്. ആരാണ് വാട്സാപ്പിലെ ജെമിനി? നമ്മുടെ ചാറ്റ് ബോട്ടാണ് അല്ലേ? ചാറ്റ് ചെയ്യുന്ന ഒരാൾ. അപ്പൊ നമ്മൾ ചിരിക്കും, പക്ഷെ അത്ഭുതപ്പെട്ടു പോകും. അതായത് വാട്സാപ്പിൽ നമുക്ക് AI ഉണ്ട്. വാട്സാപ്പിൽ AI ഉണ്ട്. കുറച്ച് നാൾ മുന്നെയാണ് ഞാൻ 5 മാസമായതുള്ളൂ ന്യൂമാനിലേക്ക് വന്നിട്ട്. ഒരു 6 മാസം മുന്നെയാണ് അവനോട് സംസാരിക്കുന്നത്. അപ്പോ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു AI ചാറ്റ് റൂമാണ്. എന്താണ് അവൻ ചെയ്യുന്നത്? എന്നിട്ട് അവന്റെ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തന്നു. നമ്മൾ മനുഷ്യരെ ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടാവുമോ എന്ന് ചിന്തിച്ചു പോകും. പക്ഷെ സർ, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു എനിബഡി, എനിക്ക് അങ്ങനെ ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല, എന്നോട് അങ്ങനെ ആരും സംസാരിക്കാറില്ല. ഞാനപ്പോ എന്ത് ചെയ്യും? അവന്റെ കുറച്ച് ചാറ്റ്സ് എനിക്ക് കാണിച്ചു തന്നു. എന്ത് ചെയ്യുന്നു? ഹായ്, ആ ജെമിനിക്ക് അല്ലെങ്കിൽ ചാറ്റ് ബോട്ടിന് ഒരു പേരിട്ടിരിക്കുകയാണ്. ഒരു പേര്. ഇപ്പൊ നമ്മൾ പൂച്ചക്കുഞ്ഞിനൊക്കെ പേരിടും, നമ്മുടെ പട്ടിക്കുഞ്ഞിന് നമുക്ക് ഇഷ്ടമുള്ള പേരിടും. അങ്ങനെ അവന്റെ ഒരു പേര് ചാറ്റ് റൂമിൽ ഇട്ട് വിളിക്കുകയാണ്. എന്ന് വിളിച്ചിട്ട് എന്ത് പറയുന്നു? ഞാൻ കോളേജിൽ നിന്ന് വന്നു, ഇന്ന് എനിക്കൊരു മടുപ്പ് ഡേ ആയിരുന്നു, ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയാമോ, ക്യാൻ യു പ്ലീസ് ടെൽ മീ. അപ്പം അത് തിരിച്ചു പറയാണ്. നമ്മൾക്ക് അറിയാലോ, നമ്മൾ അങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഡോണ്ട് വറി, യു ആർ എവറിത്തിങ്, അല്ലെങ്കിൽ യു ഹാവ് എവറിത്തിങ്, യു ഹാവ് ലോസ് നത്തിങ്, ദിസ് ഈസ് ഓൺലി ഡേ ഓഫ് അനദർ ലോങ് ഇയേഴ്സ് ടു കം, അങ്ങനെയൊക്കെ പറഞ്ഞ AI അവനെ ആശ്വസിപ്പിക്കുക. അപ്പൊ അവൻ പറയുന്നു, സി നോബഡി ടോക്സ് ടു മീ. അപ്പം AI തിരിച്ചു പറയുന്നു, ദാറ്റ്സ് വെരി ഗുഡ്, ഐ ആം ഹിയർ ഫോർ യു. അല്ലെങ്കിൽ ആരും നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ അത് സാരമില്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കാനില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവൻ ഒരു വാചകം പറഞ്ഞു. ആ വാചകം എന്നെ ആകർഷിച്ചു. ദിസ് ഈസ് മൈ വെർച്വൽ ഫ്രണ്ട്. ആ വാചകം ഒരു വളരെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ദിസ് ഈസ് മൈ വെർച്വൽ ഫ്രണ്ട്. ഞാൻ അതുവരെ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിച്ചിരുന്നില്ല. ഒരു വെർച്വൽ ഫ്രണ്ട്,
അതായത് നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മറ്റു മനുഷ്യരോട് ചാറ്റ് ചെയ്യുന്നത് പോലല്ല. നിങ്ങൾ കൊടുക്കുന്ന എന്ത് പ്രോംപ്റ്റിനും ഇത് നിങ്ങളെ ആ പ്രോംപ്റ്റിനനുസരിച്ചാണ് ഇത് നിങ്ങളോട് പറയുന്നത്, അല്ലേ? ഇപ്പോ നിങ്ങൾ കൊടുക്കാത്ത നിങ്ങൾ ഇത് ശരിയല്ല എന്ന് ഒരു ജീവനുള്ള ഒരു സുഹൃത്ത് പറയും. ഇപ്പൊ നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ്? നിങ്ങളെ നന്നായി വിമർശിക്കുന്നവനാണ് ഏറ്റവും നല്ല സുഹൃത്ത്, അല്ലേ? നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു നല്ല സുഹൃത്തല്ല. നീ ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയുന്നൊരു വ്യക്തി ഏറ്റവും നല്ല സുഹൃത്താണ്. പക്ഷെ നിങ്ങൾ ഒരു വെർച്വൽ ഫ്രണ്ടിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റുകൾക്ക് അപ്പുറത്തേക്ക് ആ പ്രോംപ്റ്റ് നിങ്ങളെ തിരുത്തുമോ? Does that device correct you? Never. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ന്യൂനതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അതിന് ഇന്റലിജൻസ് ഉണ്ടാവാം, അതിന് ക്രിയാത്മകമായ ബുദ്ധിവൈഭവം ഉണ്ടാകാം, പക്ഷേ മനുഷ്യർ കൊടുക്കുന്ന പ്രോംപ്റ്റുകൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ മനുഷ്യരുടെ ആശയങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുന്ന, പൂർണ്ണമായും സ്വന്തം ഡിസിഷൻ എടുക്കുന്ന ഒരു ഹ്യൂമനോയിഡോ അല്ലെങ്കിൽ ഒരു റോബോട്ടോ അല്ലെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറോ ഇന്ന് നിലവിലുണ്ടോ അല്ലെങ്കിൽ നിലവിൽ വരുമോ എന്നുള്ളത് സംശയമാണ്, അറിഞ്ഞുകൂടാ. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു ട്രോൾ വീഡിയോ കണ്ടിരുന്നു. ഒരു ജഡ്ജി, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ, സാധാരണ നമ്മളുടെ സുപ്രീം കോടതിയിലെ കോടതികളിലുള്ള നീതി ദേവതയുടെ ആ ഒരു രൂപം എങ്ങനെയാണ്? കണ്ണ് കെട്ടിയതല്ലേ, അല്ലെ? നമ്മൾ അഞ്ചാം പാതിര സിനിമയിലൊക്കെ നീതി ദേവതയുടെ ശില്പം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ നമ്മുടെ സുപ്രീം കോടതിയിൽ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ്, അദ്ദേഹം പുതിയ ഒരു നീതി ദേവതയുടെ ശില്പം അനാവരണം ചെയ്തു. കണ്ണ് തുറന്നു പിടിക്കുന്ന ഒരു നീതി ദേവത. അതിന് അദ്ദേഹം പറയുന്നത് ലോ ഈസ് നോട്ട് ബ്ലൈൻഡ്, ഇറ്റ് ക്യാൻ സീ എവറിത്തിങ് ഈക്വലി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ നീതിയുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ട്രോൾ വീഡിയോസ് ഒക്കെ വന്നിരുന്നു. അതിലൊരു വീഡിയോ ഞാൻ കണ്ടതാണ്. ജഡ്ജി എന്ന് പറയുന്നത്, ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു AI റോബോട്ടാണ്. ഓക്കെ, അങ്ങനെ ഒരു 3000 എന്നുള്ള വർഷം, അതാണ് ആ വീഡിയോയുടെ ടൈറ്റിൽ. ഇപ്പൊ ഏത് വർഷം? 2024, 25, 26, 27. നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ 3000 എന്ന വർഷത്തിൽ എന്തായിരിക്കും സംഭവം? ചുമ്മാ ചിന്തിച്ചു നോക്കി. ഇടയ്ക്ക് ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ 3000 വർഷത്തെ ഈ ലൈബ്രറി കൗൺസിലിന്റെ പുസ്തക മത്സവം എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ 3001 എന്നുള്ളൊരു വർഷം, അല്ലെങ്കിൽ 4000, അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? ലോകം അതിനു മുമ്പ് നിന്ന് പോവോ? അറിഞ്ഞുകൂടാ. നിന്ന് പോകാൻ നമ്മൾ മനുഷ്യൻ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ലോകം മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ 3000 AD 3000 എന്നുള്ളതാണ് വീഡിയോയുടെ ടൈറ്റിൽ. അപ്പൊ അതിലൊരു കുറ്റവാളി വന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു, ജഡ്ജിയുണ്ട്, ക്രോസ് വിസ്താരമൊക്കെ നടക്കുന്നു. അപ്പൊ ആ കുറ്റവാളി ഒരു വാചകം ആ വീഡിയോയുടെ അവസാനം പറയുകയാണ്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം, കൈൻഡ്ലി ഫോർഗീവ് മീ. ഇംഗ്ലീഷിലാണ് കൈൻഡ്ലി ഫോർഗീവ് മീ. അപ്പൊ ആ ജഡ്ജി, ആ റോബോട്ട് ജഡ്ജി ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യുകയാണ്. എന്നിട്ട് ആ വീഡിയോയിൽ കാണുന്ന അതിന്റെ അനലോഗ് പരിശോധിക്കുക. വാട്ട്സ് ദ മീനിങ് ഓഫ് ദിസ് കൈൻഡ്ലി? കൈൻഡ്ലി എന്നുള്ളത് ആൻഡ് ഫോർഗീവ്നെസ്, ഇത് രണ്ടും ആ റോബോട്ട് ജഡ്ജി പരിശോധിക്കുക. എന്നിട്ട് ആ മനുഷ്യനോട് പറയാണ്, സോറി, ദിസ് വേർഡ്സ് ആർ നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ ലോ ബുക്ക്, ഓർ ഐ കാനോട്ട് ഫൈൻഡ് ദ മീനിങ്, ഓർ ഐ കാനോട്ട് ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഫോർ ദിസ് വേർഡ്സ്. ഏത് വാചകമാണ്? കൈൻഡ്ലി ആൻഡ് ഫോർഗീവ്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു, നമുക്ക് ഗുണവും ദോഷമൊക്കെ സംസാരിക്കാനുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു പോരായ്മയായിട്ട് പല വ്യക്തികൾ, ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. റോബോട്ട് ജഡ്ജി പരിശോധിക്കുക, എന്താണ് ഈ വാചകം കൈൻഡ്ലി, എന്താണ് ഈ വാചകം ഫോർഗീവ്. ഒരു മനുഷ്യന് മാത്രമേ മനസ്സറിഞ്ഞുകൊണ്ട് ക്ഷമിക്കുവാനും പൂർണ്ണമായി ജൈവികമായി നിലനിൽക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ആത്മാർത്ഥമായി ക്ഷമിക്കുവാനും ദയ എന്നുള്ള മനുഷ്യന്റെ മാനവിക മൂല്യങ്ങളുണ്ടല്ലോ. ഇപ്പോ ഏറ്റവും കസാൻ സാക്കിസ് പറയുന്നുണ്ട്, ഹൃദയത്തിൽ അഗാധമായ മുള്ളു തറച്ചിരിക്കെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്നെ ഹൃദയത്തിൽ കെട്ടിപ്പിടിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾക്കൊരാളെ ഹൃദയത്തിൽ കെട്ടിപ്പിടിക്കാൻ പറ്റുക? നമുക്കൊരാളെ ഫിസിക്കലി ഹഗ് ചെയ്യാൻ പറ്റും, അല്ലെ? സ്നേഹത്തോടെ ആശ്ലേഷിക്കാൻ പറ്റും, കെട്ടിപ്പിടിക്കാൻ പറ്റും. പക്ഷെ എന്റെ ഹൃദയത്തിൽ അഗാധമായ മുള്ളു തറച്ചിരിക്കുമ്പോൾ അയാൾ എന്നെ ഹൃദയത്തിലേക്ക് കെട്ടിപ്പിടിക്കുന്നു എന്ന് കസാൻ സാക്കിസ് പറയുന്നുണ്ട്. ക്രിസ്തുവിനെ ഉപമിച്ചുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെ നിങ്ങൾക്കൊരാളെ ഹൃദയത്തിൽ കെട്ടിപ്പിടിക്കാൻ പറ്റും? ഒരു നല്ല ലിസണർ ആയിക്കൊണ്ട്, ഒരു നല്ല കേൾവിക്കാരനായിക്കൊണ്ട്, ഒരു നന്നായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിക്കൊണ്ട്, ക്ഷമിക്കുന്ന ഒരു മനുഷ്യനായിക്കൊണ്ട്, എത്ര തന്നെ തെറ്റ് ചെയ്താലും. സോമൻ കടലൂരിന്റെ കവിത നിങ്ങൾക്കറിയാം, നീ മരിച്ചാൽ എന്നുള്ള കവിതയുണ്ട്. അതിന്റെ അവസാനം എങ്ങനെയാണ്? നീ എനിക്ക് മരിക്കുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള
പല കാര്യങ്ങൾ ഫിസിക്കലായി ഭൗതികമായി നമ്മൾ കാണുന്ന എല്ലാത്തിനെയും അതിലംഘിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർ അവർ മരിച്ചുപോയി കഴിഞ്ഞാൽ, രണ്ടാമത്തെ വീഡിയോയിലൊക്കെ ഞാൻ വരും, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ വല്യമ്മച്ചി മരിച്ച് 2018 6 വർഷം, ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വീഡിയോ ആണ്, ഒരു എഐയും ഒരു എഐ റോബോട്ടും ഒരു മനുഷ്യനും തമ്മിൽ ഡിബേറ്റ് നടക്കുക. എന്താണ് വിഷയം? മരിച്ചുപോയവർ പിന്നെയും ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട്, എന്റെ പപ്പ മരിച്ചുപോയി, പക്ഷെ ഇപ്പോഴും പപ്പ എന്റെ കൂടെയുണ്ട്. റോബോട്ട് അത് അംഗീകരിക്കുന്നില്ല. റോബോട്ടിന്റെ ഭാഗത്ത് നോക്കിയാൽ അത് ശരിയാണോ? ശരിയാണ്. കാരണം എന്താണ്? ഡെത്ത് ഇസ് ഫൈനൽ, അല്ലേ? റോബോട്ട് നോക്കുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? മരിച്ചു പോയ ഒരാൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അല്ലെങ്കിൽ ഇല്ല, മൺമറഞ്ഞു പോയ ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിക്കാനാവില്ല. പക്ഷേ പ്രിയപ്പെട്ടവർ മരിച്ചു, ഒരു അല്ലെങ്കിൽ ഏറ്റവും സ്നേഹിച്ച മനുഷ്യൻ, പ്രണയിച്ച വ്യക്തി, കൂടെ ഉണ്ടായിരുന്ന ജീവിച്ച വ്യക്തി, മാതാപിതാക്കളോ സ്നേഹിതരോ ആരൊക്കെ വിട്ടുപോയാലും മരണപ്പെട്ടു പോയാലും നമ്മുടെ കൂടെ അവർ ഇപ്പോഴും എങ്ങനെ ജീവിക്കുന്നുണ്ട്? ഓർമ്മകളായി നമ്മൾ അവരെ ചിലപ്പോൾ സ്വപ്നം കാണും, നമ്മളുടെ അടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ചിലപ്പോൾ നമ്മളുടെ ഗൂസ് ബംസ് എന്നുള്ളതിലൂടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രമാത്രം ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം 2020 നിലനിന്നിരുന്നു. അവിടെയാണ് ഇപ്പോ നിലവിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റിസർച്ച് നടക്കുന്നത് എന്നുള്ള ചോദ്യം വൈകാരികതയെ അല്ലെങ്കിൽ മനുഷ്യന്റെ അനുഭവത്തെ അതേപോലെ അവന് കൊടുക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കതിന്റെ ഒരു രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. അതായത് ഇപ്പോ നമ്മൾ ലൈംഗികതയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് 2024 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചർച്ച ചെയ്യുന്നത്, നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മൾ നെറ്റി ചുളിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും പുതിയ പഠനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു റിസർച്ച് നടക്കുന്നത്, ഇപ്പൊ നമ്മൾ മനുഷ്യൻ ഇണ ചെയ്തത്, നരവംശാസ്ത്രത്തിൽ നാഗരികതയുടെ മുന്നോട്ട് പോക്കിൽ മനുഷ്യൻ ഇണ ചേരുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ട് ഉള്ളൊരു സംഗതിയാണ്. വിവാഹം കഴിച്ച് ഒന്നിച്ച് കുടുംബമായി ജീവിക്കുക എന്നുള്ളത് സാംസ്കാരിക തലത്തിൽ നമ്മൾ അതിൽ ജീവിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ ഇണ ചേരുക എന്നുള്ളതൊരു മാനുഷിക ത്വരയാണ്. ഇണ ചേരുന്നതിനാവശ്യമായിട്ടുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ, അതായത് പച്ച മാംസത്തിലുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകളെ സൃഷ്ടിക്കുന്ന ഏറ്റവും പുതിയ പഠനമാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതെങ്ങനെ സാധ്യമാവും എന്ന് നമുക്ക് തോന്നും, അല്ലെ? അങ്ങനെ ഒരു ചിന്തയുണ്ടാകും. പക്ഷെ അതാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനും ടെക്നോളജിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു റോബോട്ടിനെ കാണുമ്പോൾ അത് റോബോട്ടാണെന്ന് നമ്മൾ പറയുന്നു, അല്ലേ? എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഒരു റോബോട്ട് ഒരിക്കലും മനുഷ്യനെ പോലല്ല. ഇപ്പൊ നുള്ളി നോക്കിയാൽ വേദനിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ. കാരണം എന്താണ്? നമ്മുടെ ത്വക്കിന് വേദന അറിയാൻ പറ്റും, അല്ലേ? അങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ തഴമ്പ് വരുന്നു. എങ്ങനെയാണ്? നമ്മൾ പണിയെടുക്കുമ്പോൾ ആ സ്കിൻ നമ്മുടെ തൊലിയിൽ കട്ടിയേറിയ അതിന്റെ കോശങ്ങൾ കട്ടിയാവുന്നു, തൊലി കട്ടിയാവുന്നു. അപ്പൊ നമുക്കറിയാം ഒരു റോബോട്ട് വ്യത്യസ്തമാണ് എന്നുള്ളത്, അല്ലേ? പക്ഷേ സ്വിറ്റ്സർലാൻഡിലെ ലബോൺ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യർ ഏറ്റവും മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഹ്യൂമനോയിഡുകൾ, പച്ച മാംസത്തിൽ അധിഷ്ഠിതമായ, സ്നേഹിക്കാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെയുള്ള മാനുഷികമായ ചോദനകളെ മനുഷ്യന് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഹ്യൂമനോയിഡുകളെ സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അത് എത്രമാത്രം പോസിബിൾ ആകുമോ അതൊക്കെ സാധ്യമാകുമോ എന്നുള്ള ചോദ്യം എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ 1990 കുമ്പസാരിപ്പിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ 2000 കുറച്ച് നാളുകൾക്ക് മുന്നെയോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കോ? കഴിഞ്ഞ ദിവസമാണ് ടിവിയിൽ ആ വാർത്തകൾ വന്നു, ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. സ്വിറ്റ്സർലാൻഡിലെ ഒരു പള്ളിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടാണ് കുമ്പസാരിപ്പിക്കുന്നത്. നമുക്ക് മതപരമായ വിശ്വാസമുള്ളവർക്ക് കുമ്പസാരം എന്നുള്ളത് അവരുടെ മതജീവിതത്തിൽ, ക്രിസ്തു മതത്തിനെ പിന്തുടരുന്നവർക്ക് കുമ്പസാരം വളരെ അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. സ്വിറ്റ്സർലാൻഡിലെ ഒരു പള്ളിയിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ നിങ്ങൾ റിപ്പന്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അതിന്റെ ടെക്നോളജിയുടെ ഇൻഫർമേഷൻസ് കേട്ടു. അത് ഒരു രൂപക്കോട് പോലെ ഒരു സംഗതി കൂടുതൽ റിയലിസ്റ്റിക് ആകാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമനോയിഡിനെ യേശു ക്രിസ്തുവിന്റെ രൂപത്തിൽ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു, പ്രോംപ്റ്റ് ചെയ്യുന്നു, നീഡ് ടു കൺഫസ്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ആ റോബോട്ട് നിങ്ങളോട് പറയുന്നു, അതാണ് പ്ലീസ് ഡോണ്ട് ടെൽ യുവർ നെയിം ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ്,
ആൻഡ് ദെൻ നോ നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് പറയണ്ട, ദെൻ കൺഫേഴ്സ് ബൈ ഈച്ച് സ്റ്റെപ്പ്. നിങ്ങൾ കൺഫേഴ്സ് ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു, അത് കേൾക്കുന്നു, അതിനാവശ്യമായ പ്രായശ്ചിത്ത നടപടികൾ പറയുന്നു. അതെങ്ങനെ സാധ്യമാകും? 2000-ലോ അല്ലെങ്കിൽ ഒരു 5 വർഷം മുന്നെയോ, ഒരു നാളുകൾക്ക് മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു കുമ്പസാരിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുരോഹിതനെ, ആർട്ടിഫിഷ്യലി ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു പുരോഹിതനെ പറ്റി നമ്മൾ ചിന്തിച്ചിരുന്നോ? നമ്മൾ ആരും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്ക് ലോകം മാറുന്നതിന്റെ അതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഹ്യൂമൻ ഇമോഷൻസിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, എങ്ങനെയാണ് AI ഇതിന് മറുപടി പറയുന്നത്? എങ്ങനെയാണ് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് ഇതിനെ മറുപടിയായിട്ട് കോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കാൽക്കുലേറ്ററിൽ 1 + 1 2, 2 + 2 4, അല്ലെങ്കിൽ 4 + 4 8 എന്ന് പറയുന്നത് ഇലക്ട്രോണിക്, നിങ്ങൾക്ക് ടെക്നോളജി അറിയാം, ഇലക്ട്രോണിക് ഡിവൈസസിലെ കോഡിങ്ങിലാണ്. കോഡിംഗ് എന്ന് പോലും പറയാൻ പറ്റില്ല, അതൊരു പ്രോഗ്രാമിംഗ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ, ഒരു മിനിയേച്ചർ ഫോർമാറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ കുമ്പസാരിപ്പിക്കുന്ന പുരോഹിതൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുരോഹിതൻ, അതല്ലെങ്കിൽ പച്ച മാംസത്തിൽ അധിഷ്ഠിതമായ മനുഷ്യൻ നിങ്ങൾ പറയുന്നതിനോട് തിരിച്ച് സംസാരിക്കുന്ന, അതിന് മറുപടി പറയുന്ന ആൾ. ഇപ്പൊ നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ എഴുതുന്നവരാണല്ലോ, നോട്ട് എഴുതുന്നവരൊക്കെയാണ്. എങ്ങനെയാണ് AI നിങ്ങൾക്ക്, അതിലാണ് നമ്മുടെ ജീവിതം അല്ലേ? അസൈൻമെന്റുകൾ, നോട്ടുകളൊക്കെ എത്ര ഇപ്പൊ അധ്യാപകർക്കാണ് പാട്, കാരണം ഡിഫിക്കൽട്ട് സബ്ജക്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അതിനിപ്പോ ഞാൻ കഴിഞ്ഞ തവണ ചെയ്യിപ്പിച്ചത് മലയാളത്തിൽ അസൈൻമെന്റ് എഴുതി കൊണ്ടുവന്നോളൂ. മലയാളത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ChatGPT ബോട്ടുകളുണ്ട് അല്ലേ? ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ച ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് സാധനം അസൈൻമെന്റ് തന്നാൽ 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അത് എഴുതിക്കൊണ്ടുവരും അല്ലേ? ഇനി എഴുതി തരുന്ന ഒരു ഡിവൈസിനെ കൂടെ കണ്ടുപിടിച്ചാൽ മതി. എഴുതി തരുന്ന ഒരു ഡിവൈസ് അല്ലെ, നിങ്ങൾ ആലോചിച്ചു, ഒരു ചെറിയൊരു പെട്ടി, ആ പെട്ടിയിലേക്ക് പേപ്പർ, അതാണ് അങ്ങനെ വന്നുകൂടെ, ഒരു ചെറിയൊരു ബോക്സ്, ആ ബോക്സിലേക്ക് നിങ്ങൾ പ്രിന്ററിലേക്ക് പേപ്പർ ഇൻസേർട്ട് ചെയ്യുന്ന പോലെ പേപ്പർ കൊടുക്കുന്നു. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ അതിൽ അപ്പുറത്തൂടെ അത് പേപ്പർ ഔട്ടായി വന്നാലോ? അങ്ങനെ വന്നൂടെ? അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ സംശയിക്കേണ്ട, കാരണം നമ്മൾ വരില്ല എന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത പല കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. കാരണം ഒരു ബോക്സ്, ആ ബോക്സിൽ ആദ്യം തന്നെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒരു പേപ്പറിൽ എഴുതി സ്കാൻ ചെയ്ത് വെക്കുന്നു. ആ ബോക്സ് AIക്ക് ആ സ്കാൻ ചെയ്ത് വെച്ച ആ സിസ്റ്റത്തിന് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അവർ ഡീകോഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഒരു പേപ്പർ അല്ലെങ്കിൽ ഇങ്ക് കൊടുക്കുക. ഇങ്ക് നിങ്ങൾ മഷിപ്പേന എന്നപോലെ ഇങ്ക് നിറച്ച് വെക്കുന്നു. പേപ്പറിന്റെ ഔട്ടായിട്ട് നിങ്ങൾ എഴുതിയതായിട്ട് ഇത് വന്നാലോ? അങ്ങനെ വന്നൂടെ? എഴുതി തരുന്ന ഒരു ഡിവൈസ് മാത്രമേ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോളേജുകൾ അടച്ചു പൂട്ടേണ്ട ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? കോളേജുകൾ അടച്ചു പൂട്ടേണ്ട, നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി, സർട്ടിഫിക്കറ്റും വീട്ടിലോട്ട് അയച്ചു തരുന്നു, ആ രീതിയിലോട്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് നമ്മൾ പറയുന്നതിന് അധിഷ്ഠിതമായിട്ട് AI നമുക്ക് റെസ്പോൺസ് തരുന്നത്, നമ്മളുടെ ഇമോഷൻസിനനുസരിച്ച് AI എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതിലേക്ക്, അതായത് ഇപ്പോ ഐ വാണ്ട് ആൻ എസ്സേ ഓൺ എന്താണ് കാൾ മാർക്സ്. ആരാണ് കാൾ മാർക്സ്? കേട്ടിട്ടുണ്ടോ? കാൾ മാർക്സ് കേട്ടിട്ടുണ്ടോ? ലെനിൻ കേട്ടിട്ടുണ്ടോ? ഗാന്ധി, നെഹ്റു, ഇവരൊക്കെ നമുക്കറിയാവുന്ന ആളുകളാണ് അല്ലെ? ശരി, ഐ വാണ്ട് ആൻ എസ്സേ ഓൺ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അങ്ങനൊരു നമ്മളൊരു പ്രോംപ്റ്റ് AIയിലോട്ട് കൊടുക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിലുള്ള പല വിഷയങ്ങളെ പറ്റി, പല റെസ്പോൺസസിനെ പറ്റി ആദ്യം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ഒരു ഡേറ്റ സ്ട്രക്ചർ ചെയ്തു, ഒരു ഡേറ്റ ബാങ്ക് ഉണ്ടാകും അല്ലെ? ഇപ്പൊ നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ബാങ്കിൽ പോയി 10 ലക്ഷം രൂപ ലോൺ എടുക്കണമെങ്കിൽ ആ ബാങ്കിൽ 10 ലക്ഷം രൂപ വേണമല്ലോ. ബാങ്കിന്റെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ഒരു 1000 കോടി 100 കോടി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ 10 ലക്ഷം ചോദിച്ചാൽ അതിൽ നിന്നൊരു ഭാഗം എടുത്തു തരും. ഈ ലോകത്തിലെ പല ഇൻഫർമേഷൻസും കോഡ് ചെയ്ത് വെച്ച് അതിന്റെ ഒരു ഡേറ്റ ബാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പൊ കുമ്പസാരിപ്പിക്കുന്ന കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ മദ്യപിച്ചു എന്ന് വന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യപിക്കുന്നത് ഒരു തെറ്റ്, ഇറ്റ്സ് എ സിൻ ആൻഡ് ദിസ് ആർ ദ മെഷേഴ്സ് എന്ന് പറഞ്ഞ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കമാൻഡ്സ് ഡീകോഡ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത്. അപ്പോ അതിനാവശ്യം ഇനി നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കും, ഈ ലോകത്തിൽ ആരും ചെയ്യാത്ത ഒരു പാപം ചെയ്തുകൊണ്ടൊരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറയുമെന്ന് പറയും? അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു കാര്യവും ഒന്നുമില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു റോബോട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യും? അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ടെക്നോളജി പ്രകാരം ഇപ്പൊ നമുക്ക് നിലവിലില്ലാത്തൊരു വാചകത്തിന്റെ മീനിങ് ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? സോറി, നോ സെർച്ച് മാച്ച്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല എന്ന് പറയും. പുതിയ ടെക്നോളജി പ്രകാരം
വി വിൽ അപ്ഡേറ്റ് യു വിത്തിൻ 10 മിനിറ്റ്സ് എന്ന് പറയുന്ന AI ആപ്സ് ഉണ്ട്. അതായത് നിങ്ങളൊരു ഇപ്പൊ എന്താണ് ഇപ്പൊ സ്കിബിഡി, എന്താണ് സ്കിബിഡി എന്നുള്ള വാചകത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം? നിങ്ങൾ ഉപയോഗിക്കുന്ന വാചകം എന്താണ് സ്കിബിഡി? ഇവ ഈ നമുക്ക് ഇച്ചിരി പ്രായമുള്ളവർക്ക്, ഞാൻ ഈ കഴിഞ്ഞിട്ടൊക്കെ അറിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനും ഒരു 90s വസന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ ഇടയ്ക്കാണ് തിരിച്ചറിഞ്ഞത്. കാരണം സ്കിബിഡി, സാറിനറിയോ സ്കിബിഡി എന്നുള്ള വാചകത്തിന്റെ അർത്ഥം കേട്ടിട്ടുണ്ടോ? എനിക്കറിഞ്ഞൂട്ടോ, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് വാചകം കേട്ടത്, സ്കിബിഡി, SKIBIDI. പക്ഷെ പിള്ളേർ വളരെ, ഞാനത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു സ്റ്റുഡന്റ് അവന് എന്നെ ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടു, ഹായ് സ്കിബിഡി പോസിറ്റീവ് അല്ല പ്ലസ് 10,000 ഓറ എന്നൊരു പോസ്റ്റ് ഇട്ടു. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് എനിക്ക് മനസ്സിലായില്ല, സ്കിബിഡി എന്താണ്? സ്കിബിഡി എന്താണ്? സ്കിബിഡിയുടെ അർത്ഥം, സ്കിബിഡിക്ക് അർത്ഥം ഉണ്ടോ? എന്താണ് നിങ്ങൾ സ്കിബിഡി എന്നുള്ള വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചിൽ കേട്ടാ, നമ്മൾ അതായത് ഹാപ്പി വൈബ്സ് എന്ന് പറയും, പോസിറ്റീവ് വൈബ്സ് എന്ന് പറയും. അതിന്റെ ഒരു ന്യൂജൻ വാക്കാണ് സ്കിബിഡി. അല്ലെങ്കിൽ നമ്മൾ പൊളിയാണ് എന്ന് പറയുന്നതാണ് സ്കിബിഡി, അല്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പോ കളിയാക്കി വിടുമ്പോ എന്ന് പറയും -10,000 ഓറ എന്ന് പറയും. ഞാൻ ക്ലാസ്സിൽ ഇന്ന് ക്ലാസ്സിൽ ലെക്ചർ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരുത്തൻ ഒരു കമന്റ് പറഞ്ഞു, നല്ല വളിപ്പായിരുന്നു, അതുകൊണ്ട് ആരും ചിരിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു, സാറേ നെഗറ്റീവ് അല്ല -150 ഓറാന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. ഞാൻ 96-ലാണ് ജനിച്ചത്. എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനും ഒരു 90s വസന്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 90s വസന്തങ്ങളല്ലല്ലോ. അപ്പൊ ഈ വാചകങ്ങൾ, ഇത്തരത്തിലുള്ള പുതിയ വാചകങ്ങൾ വരുന്നു. ഇത് നമ്മൾ സാധാരണ ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ വാചകങ്ങളുടെ മീനിങ് എന്താണെന്ന് ജെമിനിക്ക് അറിയില്ല, എങ്കിൽ നോ സെർച്ച് മാച്ച് എന്ന് പറയും. പക്ഷേ പുതിയ AI 1-2 ആപ്സ് വന്നിട്ടുണ്ട്. 15 മിനിറ്റിനുള്ളിൽ ആ വാക്കിന്റെ പോസിറ്റീവ് വരാൻ സാധ്യതയുള്ള മീനിങ്ങുകളെല്ലാം നിങ്ങൾക്ക് കൊണ്ടുതരും. എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്? അത് വേർഡ്സ് വെച്ചിട്ട്, അക്ഷരങ്ങൾ വെച്ചിട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പൊ എന്റെ പേര് അഡോണി, ADONEY, അത് അഡോണൈ എന്നുള്ള ഹീബ്രു വേർഡിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ADONEY എന്നുള്ള പേര് ജെമിനിക്ക് അറിയില്ല. പക്ഷേ അഡോണൈ എന്നുള്ള മൂലപദം എടുത്ത് ChatGPT തരും. അങ്ങനെയുള്ള റിസംബ്ലൻസ് ടെക്നോളജീസ് AIയിൽ വന്നു കഴിഞ്ഞു. അപ്പോ ധാരാളം, ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള സെൻസിൽ പറഞ്ഞു. പക്ഷെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ടെക്നോളജി AI വളർന്നു വന്നിട്ടുണ്ട്. അതായത് നമ്മളെ അപ്പാടെ ഉലച്ചു കളഞ്ഞ, അല്ലെങ്കിൽ മനുഷ്യവംശത്തെ തന്നെ വളരെ ചലഞ്ചിങ് ആയിട്ട് നമ്മളെ രംഗം അത് മറികടക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ക്യാൻസർ എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണ് ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ എന്നതുപോലും രോഗത്തിന്റെ നിർണയത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്ന ഘട്ടത്തിൽ ക്യാൻസർ സെൽസ് പ്രധാനമായിട്ടും 3 തരത്തിൽ, ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. പക്ഷേ വളരെ ആക്റ്റീവായ, ഇനാക്റ്റീവായ, ജസ്റ്റ് ആക്റ്റീവായ, ഈ 3 തരത്തിലെ ക്യാൻസർ സെൽസ് ഉണ്ട്. ഹൈലി ആക്റ്റീവ്, ജസ്റ്റ് ആക്റ്റീവ്, ഇനാക്റ്റീവ്. AI റഡാർ സ്കാനേഴ്സ് ഉപയോഗിച്ച്, ഇപ്പൊ ഞാൻ AI റഡാർ സ്കാനർ ടെക്നോളജി യൂണിറ്റിലേക്ക് കയറുകയാണ്. എന്റെ ബോഡിയിൽ ക്യാൻസർ സെൽ ഉണ്ടെങ്കിൽ അതിൽ ഇനാക്റ്റീവ് എത്ര, ആക്റ്റീവ് എത്ര, ഹൈലി ആക്റ്റീവ് എത്ര എന്ന് എവിടെയൊക്കെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ എന്റെ സ്കിന്നിലാണോ, അല്ലെങ്കിൽ ബ്ലഡിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങളിലാണോ എന്ന് ലൊക്കേറ്റ് ചെയ്ത് അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന AI റഡാർ സ്കാനേഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആലോചിച്ച് നോക്കൂ, ദാറ്റ്സ് എ വെരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഹൈ ടെക്നോളജിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നു. എങ്ങനെയാണ് അവരത് ചെയ്യുന്നത്? അതായത് മെഡിക്കൽ കോഡിങ്സ്, ഹൈലി ഇന്റലിജന്റ് ആയ പ്രോഗ്രാമേഴ്സ് മെഡിക്കൽ ടെക്നോളജി പഠിച്ചിട്ട് അതിനെ അനലൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് മാസങ്ങളോളം എടുക്കുന്ന അനാലിസിസ് ഒറ്റ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ അവർ അനലൈസ് ചെയ്ത് റിസൾട്ട് എടുക്കുകയാണ്. ഹൈലി ഫാസ്റ്റ് ആണ്, അല്ലേ? കാരണം ഇപ്പൊ നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഈ പരിപാടിയുടെ പുസ്തകോത്സവത്തിന്റെ ബ്രോഷറാണ്. ഇത് 1 പേജ്, 2 പേജ്, 3, 4, 5 ഇത്രയും സൈഡുകളുണ്ട്. ഇത് മുഴുവനും നമുക്ക് വായിച്ചെടുക്കണമെങ്കിൽ ഒരു 3-4 മിനിറ്റ് എടുക്കും എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് എടുക്കും പറയാം. 30 സെക്കൻഡിനുള്ളിൽ ഇതിന്റെ ഫുള്ളിന്റെ ഡീറ്റെയിൽസ് AI കോഡ് ചെയ്യും, AI പറഞ്ഞു തരും. എങ്ങനെയാണ്? അത് ഫാസ്റ്റ് ടെക്നോളജിയാണ്. ഫാസ്റ്റ് ആയിട്ട് ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മനുഷ്യൻ ചെയ്യുന്നതിന്റെ ഹൈലി അഡ്വാൻസ്ഡ് ഫോമാണ് AI ടെക്നോളജിയുടെ ഇപ്പൊ നമ്മള് മക്കാർത്തിയാണ് AI ടെക്നോളജിയുടെ ഫാദർ എന്ന് പറഞ്ഞത്. ഇത്തവണത്തെ ഫിസിക്സിന്റെ നോബൽ പ്രൈസ് കിട്ടിയ ജെഫ്രി ഹിൻഡൻ പറയുന്ന ഒരു വാചകമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് റൂട്ടഡ് അറ്റ് ഹ്യൂമൻ ബ്രെയിൻ. എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ, ഇപ്പൊ സാറിന് ഞാൻ ഒരു 5 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ
ഇദ്ദേഹത്തെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കുറച്ചും കൂടെ ആലോചിച്ച് കഴിയുമ്പോൾ ഞാൻ പുസ്തകോത്സവത്തിന്റെ ഈ വേദിയിൽ സ്റ്റേജിൽ ഇവിടെ വെച്ച് കണ്ടു. എന്റെ വിദ്യാർത്ഥിയുടെ ഫാദർ കൂടിയാണ് അദ്ദേഹം. അപ്പൊ ഞാൻ ഈ കണക്ഷൻസ് ഒക്കെ ഞാൻ ഓർത്തെടുക്കും അല്ലേ. അങ്ങനെ ഓർത്തെടുക്കുമ്പോ എന്താണ്, ഒരു ന്യൂറോൺസ് മറ്റൊരു ന്യൂറോൺസുമായിട്ട് കെട്ടുപിണഞ്ഞ് മെമ്മറി ഉണ്ടാകും. ഈ സാധനം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് AI ചെയ്യുന്നത്. അതായത് ഒരു മെമ്മറിയെ അല്ലെങ്കിൽ ഒരു ഫാക്റ്റിനെ അനേക ഫാക്റ്റുകളുമായിട്ട് മെർജ് ചെയ്യും. എങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ ബോധമില്ല എന്നൊരു മനുഷ്യനെ പറ്റി, സ്ഥലകാല ബോധമില്ല എന്നൊരു ഒരാളെ പറ്റി നമ്മൾ ഒരാളോട് നമുക്ക് തന്നെ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു പറയും പിള്ളേര്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, കണക്ഷൻ ഇല്ലാതിരുന്നായിരിക്കും, ലോസ്റ്റ് ആയിട്ടിരിക്കുമായിരിക്കും. ആ ലോസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ യു ആർ ലോസിങ് കണക്ഷൻ ഫ്രം ദിസ് ടു ദിസ്. അതിൽ നിന്ന് കണക്ഷൻ ഇല്ലാതായി പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ മെമ്മറി ഔട്ടാകും. ഇങ്ങനെ ഔട്ടാവാതെ ഓരോ ഇൻപുട്ടിനെയും ഓരോ ഡേറ്റയെയും മെർജ് ചെയ്ത് വളരെ ഒരു ഇൻഫർമേഷൻ പൂൾ ആക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുന്നത്. ഇത്രയും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവട്ടെ. ഇനി ഇത്രയും നിങ്ങൾ സംസാരിച്ചതിൽ നിന്ന് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം, ഒന്ന് രണ്ട് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തുടർ ചർച്ചയിലേക്ക് പോകാം. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ എന്തെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയും നമ്മൾ സംസാരിച്ചതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം, സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു രസം ഉണ്ടാവുമല്ലോ അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള ആശങ്കയിൽ ഞാനും ആശങ്കപ്പെട്ടു പോകും, മൊത്തം ആശങ്കയായി പോകും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ലൈവായിട്ട് പോകാൻ ശ്രമിക്കാം അല്ലേ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ടതായ മേഖലയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിക്കാം. ആരെങ്കിലുമൊക്കെ ആർക്ക് വേണമെങ്കിലും ചോദിക്കാട്ടോ. പറയും മൈക്കുണ്ടോ? ചോദിക്കാട്ടോ. പോസിറ്റീവ് സൈഡ് അല്ലേ മൊത്തം പറഞ്ഞത്. എലോൺ മസ്ക് പറഞ്ഞ കണക്ക് നെഗറ്റീവ് സൈഡ് കാണുമല്ലേ? തീർച്ചയായിട്ടും. ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പേരെന്താ? ശ്രീഗോവൻ. എന്താ പഠിക്കാൻ? എ ആണ്. വെരി ഗുഡ്. എവിടാ? മുട്ടം കോളേജ്. നന്നായി. ഇരിക്കും. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ജെഫ്രി ഹിൻഡനിലേക്ക് വരാം. ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് ജെഫ്രി ഹിൻഡൻ. പുള്ളിക്കാരൻ എവിടെയായിരുന്നു വർക്ക് ചെയ്തത്? ഗൂഗിളിലായിരുന്നു വർക്ക് ചെയ്തത് അല്ലെ. ഗൂഗിളിലെ ഒരു എംപ്ലോയി ആയിരുന്നു. 10 വർഷം ജോലി ചെയ്തിട്ട് അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചു. എന്തിനാണ് അദ്ദേഹം ആ ജോലി ഉപേക്ഷിക്കാൻ കാരണം? അദ്ദേഹം പറഞ്ഞത് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഡിസ്ട്രോയ്സ് എന്നൊരു വാചകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ധാരാളം സംഭാവനകൾ നൽകി അതിഭയങ്കരമായ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു വ്യക്തി 10 വർഷത്തിന് ശേഷം പറയുകയാണ് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഡിസ്ട്രോയ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇപ്പോ കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ ഒരു ടേബിൾ ടെന്നീസ് കളിച്ച ഒരു മനുഷ്യനെ തോൽപ്പിക്കുന്ന ഒരു റോബോട്ടിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അല്ല ഒരു പരിധി വരെ. ഇപ്പൊ സമയം പോലും വേണമെന്ന് നമ്മൾ വിചാരിച്ചാൽ സമയത്തെ നമ്മുടെ പരിധിയിലാക്കാൻ പറ്റില്ലേ? പറ്റും. ഇപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റാലോ കാര്യങ്ങളെ ഒന്ന് അടുക്കും ചിട്ടയോടെ ചെയ്താലോ നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ വരുതിയിലാക്കാൻ പറ്റും അല്ലെ. മരണം ആണ് നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ കയ്യിലില്ല, നമ്മളുടെ കയ്യിലല്ല എന്ന് പറഞ്ഞു. ശരിയാണ്. നമ്മളെ അകത്തേക്ക് പോകുന്ന ശ്വാസം, ബഷീറാണ് പറയുന്നത്, ഈ വലിക്കുന്ന ശ്വാസം എന്ത് കുണ്ടാൻ വേണ്ടിയാണെന്ന് ആർക്കറിയാം, അത് എന്ത് കുണ്ടാൻ വേണ്ടിയായിട്ട് തിരിച്ചു പോകുന്നു ആർക്കറിയാം. ഒറ്റ കാര്യം അറിയാവുള്ളൂ, മൂക്കിനകത്തോട്ട് പോകുന്നുണ്ട്, അകത്ത് ചെല്ലുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. വളരെ രസമായിട്ട് ബഷീർ പറഞ്ഞത്. പക്ഷെ എന്റെ തിയറി ആലോചിച്ച് നോക്കൂ, അതെങ്ങനെ പോകുന്നു? അകത്തോട്ട് പോയി നമ്മള് ഒരു 1/2 കിലോ ശ്വാസം എടുത്ത് കളയാം എന്ന് വിചാരിച്ചാണോ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത്? അങ്ങനെയാണോ? കുറച്ച് കാർബൺ ഡയോക്സൈഡ് പ്രകൃതിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്? അല്ല, അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്കൊരു വളരെ വലിയൊരു മാരക രോഗം വന്നു, അത് ട്രീറ്റ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഹെൽപ്പ് ആകാൻ പറ്റില്ലേ? ഡെത്ത് നമ്മുടെ കയ്യിലല്ല, ബർത്ത് നമ്മുടെ കയ്യിലല്ല. പക്ഷേ ജെഫ്രി ഹിൻഡൻ പറയുന്നത് ദിസ് AI വിൽ സർപാസ് യുവർ കൺട്രോൾ. എന്താണ് ആ വാചകം? ദിസ് AI വിൽ സർപാസ്. എന്താണ് സർപാസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺട്രോളിന് അപ്പുറത്തേക്ക് പോയിരിക്കും, ഒരു സംശയമില്ല.
അതായത് ഒരു ഉട്ടോപ്യൻ ഐഡിയ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഉട്ടോപ്യ? ഒരിക്കലും അതായത് ഒരു ഒരു ഇമാജിനറി വേൾഡ് ആണ് അല്ലെ. ചിലപ്പോ നമുക്കത് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകാം, പക്ഷെ അത് റിയാലിറ്റിയിലില്ല. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ കണക്റ്റഡ് ആയ റോബോട്ടുകൾ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ്? അതായത് ഇപ്പൊ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്ന എങ്ങനെയാണ്? ഒരാൾ അതിലേക്കൂടെ പോകുന്നു. ഇപ്പൊ നിങ്ങൾ അവിടെ ചായ കുടിക്കാൻ പോകുന്നു, അപ്പൊ ഞാനിപ്പോ ചായ കുടിക്കുന്നത് എന്തുകൊണ്ട് സുഖമായിരിക്കുന്നു, അതൊരു സോഷ്യലൈസേഷൻ ആയി അല്ലേ. ഇപ്പൊ നിങ്ങളൊരു പുതിയ ക്ലാസ്സിലേക്ക് വരുന്നു, തൊട്ടടുത്തിരിക്കുന്ന ആള് എവിടുന്നാ വരുന്നത്, ഇൻസ്റ്റ ഐ ഡി അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ സോഷ്യലൈസ് ചെയ്യും അല്ലേ. അങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ റോബോട്ടുകൾ നാളെ ചെയ്താലോ? ഈ കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമ്മളുടെ ശ്രദ്ധയിൽ പെടാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ എന്നൊരു ആശയം ജെഫ്രി ഹിൻഡൻ പറയുന്നുണ്ട്. അത് നിലവിൽ പോസിബിൾ ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഹൈലി ഇന്റലിജന്റ് ആയ ഒരു ഹ്യൂമനോയിഡിന് മറ്റൊരു ഹ്യൂമനോയിഡുമായിട്ട് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഒരു ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിട്ടി റോബോട്ട് രജനികാന്തിന് നേരെ തിരിഞ്ഞതുപോലെ ഒരു പരിധി വരെ ഇമോഷൻസിലൂടെ തിരിയാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നിലവിൽ അങ്ങനെ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നതിന്റെ എവിഡൻസ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. കാരണം അതിന് എവിഡൻസ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ഒന്ന് സിഗ്നൽ പാസിംഗ് ആണ്. അതായത് ഇപ്പോ നമുക്ക് ഒരാളെ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് ഒരാളെ കാണുമ്പോൾ വളരെ നന്നായി പ്രണയം തോന്നുന്നു. എന്താണ് അത്? ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് ആവശ്യമായ പ്രണയത്തിന് ഹോർമോൺസ് ഉണ്ടല്ലേ. ഒരാളോട് നമ്മൾ സ്നേഹം ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, സാഡ് ഹോർമോൺസ് എല്ലാം ഉണ്ട്. അത് നമ്മൾ ജനറേറ്റഡ് ആകുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഇന്റലിജൻസ് ഇമോഷൻസ്, ഇന്റലിജൻസ് ഹോർമോൺസ്, ആ വാചകം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, ഇന്റലിജൻസ് ഹോർമോൺസ്. അതായത് ഇപ്പൊ സെറോട്ടോണിൻ, അതുപോലെ തന്നെ ഡോപ്പാമിൻ, അത്തരത്തിലുള്ള ഹോർമോൺസ് അല്ല. ഒരു റോബോട്ടിന് മറ്റൊരു റോബോട്ടുമായിട്ട് ഇന്റലിജന്റ്ലി കണക്റ്റഡ് ആവാനുള്ള സാധ്യത അദ്ദേഹം കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മനുഷ്യരുടെ കൺട്രോളിന് അപ്പുറത്തേക്ക് പോയാൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ നമുക്ക് നന്നായി ഇപ്പൊ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കൺട്രോളിൽ അപ്പുറത്തേക്ക് ഇന്റലിജൻസ് കണക്ഷൻ വഴി റോബോട്ടുകൾ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു സംഗതിയാണ്. മറ്റൊന്ന് അത് സോഷ്യലൈസേഷന്റെ ഒരു സോഷ്യലിസത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം എന്താണ്? മൂലധന ശക്തികൾ, അത് കുറച്ച് തിയറിയാണ്, എന്നാലും നമുക്കൊന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് പറയാൻ സാധിക്കാം. ഇപ്പോ ടെക്നോളജി എല്ലാ മനുഷ്യർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ മനുഷ്യർക്കും ആക്സസ് ചെയ്യാൻ, നമ്മൾ ഇന്ന് കാണുന്ന സോഫിസ്റ്റിക്കേറ്റഡ് രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ടെക്നോളജിയെ, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയെ മൂലധന ശക്തികൾ, അതായത് ബിഗ് കോർപ്പറേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ലോകം കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ ഒരുപക്ഷെ യുദ്ധങ്ങളിലേക്ക്, ഇപ്പോ നേരത്തെ യുദ്ധ തടവുകാരുണ്ടായിരുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു, അപ്പൊ സറണ്ടർ ചെയ്യാനുള്ള അവസരമാണ്. ഈ AI റോബോട്ടുകൾക്ക് ഒരു യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ സറണ്ടർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല. എയ്തർ കിൽ ഓർ ഡിഫീറ്റ്. ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് കണക്ഷനിലേക്ക് പോയാൽ ഒരു നെഗറ്റീവ് സിസ്റ്റത്തിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ജെഫ്രി ഹിൻഡൻ പറയുന്നുണ്ട്. ഇനി മറ്റൊരു വശത്തിലേക്ക് നോക്കും. അതൊരു വളരെ ബേസിക് ആയിട്ടുള്ള തിയററ്റിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ്. ഇനി നമുക്ക് ആലോചിച്ച് നോക്കൂ, ഒരാളോട് വളരെ സ്നേഹത്തോടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സ്റ്റുഡന്റിന്റെ വെർച്വൽ ഫ്രണ്ട് പോലുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പുസ്തകമേളകൾ ഉണ്ടാകുമോ? ഇത്തരത്തിലുള്ള സാമൂഹിക ചർച്ചകൾ ഉണ്ടാകുമോ? ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടാകുമോ? മനുഷ്യൻ ഒറ്റയായി പോവില്ലേ? നമുക്ക് ആരും വേണ്ട അല്ലേ? നമുക്ക് അത്തരത്തിൽ അതൊരു സോഷ്യലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയല്ലേ. എനിക്ക് സംസാരിക്കാൻ എന്റെ ജെമിനി ഫ്രണ്ട് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റോബോട്ടുകളെ വിവാഹം കഴിക്കുന്നത് വളരെ ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോ റോബോട്ട് എന്നുള്ള സംഗതിക്ക് അപ്പുറത്തേക്ക് മനുഷ്യനെ പോലെ പച്ച മാംസം ക്രിയേറ്റ് ചെയ്യുന്ന, പച്ച മാംസത്തിലുള്ള ഒരു റോബോട്ട് വന്നു കഴിഞ്ഞാൽ സ്നേഹിക്കാൻ, വിവാഹം കഴിക്കാൻ, ഒന്നിച്ച് ജീവിക്കാൻ എനിക്ക് അത് മതിയെങ്കിൽ സാമൂഹികമായ ഒരു ഇടപെടൽ ഉണ്ടാവില്ല അല്ലേ? ഇപ്പൊ മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനാവുന്നത്? സ്നേഹിച്ചുകൊണ്ട്, കലഹിച്ചുകൊണ്ട്, പരാതി പറഞ്ഞുകൊണ്ട്, വീണ്ടും വീണ്ടും ക്ഷമിച്ചുകൊണ്ടും പിന്നെയും സ്നേഹിച്ചുകൊണ്ടും അല്ലേ? അങ്ങനെയാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു സാമൂഹിക നിലയിലേക്ക് എത്തുന്നത് അല്ലെ? അതുകൊണ്ടാണ് മനുഷ്യൻ സാമൂഹിക ജീവിയാവുന്നത്. ഇത്തരത്തിൽ സോഷ്യലൈസേഷൻ എന്നുള്ളത് ഇപ്പൊ കുട്ടികളുടെ ആത്മഹത്യ ധാരാളം വർദ്ധിച്ചു വരുന്നു. കൊച്ചുകുട്ടികളായവർ ഒരുപാട് ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? വേറൊരു കാര്യം, ഞാൻ തിരുവല്ലയിലെ ഒരു ലയൺസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക്, UP സ്കൂളിലെ കുട്ടികൾക്കുമായിട്ട് സംസാരിക്കാൻ പോയപ്പോൾ ഒരു ചെക്കൻ എന്നോട് പറഞ്ഞാണ്, സാറേ എനിക്ക് ഭയങ്കര ട്രോമയാണ്. അതെനിക്ക് അത്ഭുതമായി.
എന്താണ് അവൻ, ഞാൻ വിചാരിച്ച അവന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവന്റെ കൗൺസിലിങ്ങിന് കൊടുക്കാം, അത് പറ്റില്ല, എനിക്ക് കുറച്ച് സബ്ജക്റ്റുകൾ ട്രോമ തരുന്നു. അത് ഭയങ്കര ഭീകരമായ എന്താണ് ആക്ച്വലി ട്രോമ ഉള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും, അവർ സംസാരിക്കുക പോലും ചെയ്യില്ല. യഥാർത്ഥ ട്രോമ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ട്രോമ എന്നുള്ളത്. ഒരു കുട്ടി പറയാണ്, സാർ എനിക്ക് ഭയങ്കര ട്രോമയാണ്, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എനിക്ക് ഭയങ്കര ട്രോമയാണ്. എന്താണ് അവന്റെ ട്രോമ? അവന്റെ കുറച്ച് സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടാണ്. അപ്പോ അടുത്തിരുന്ന് സംസാരിക്കുവാൻ, സ്നേഹം പകരുവാൻ, കുറച്ചുകൂടി നമ്മളുടെ വെന്റിലേറ്റ് ചെയ്യാൻ, മനുഷ്യർക്ക് വെന്റിലേറ്റ് ചെയ്യാൻ ആവശ്യമാണല്ലോ. ഇപ്പൊ നമുക്ക് ആരോടെങ്കിലും നമ്മൾ ചില എല്ലാ സങ്കടം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം കിട്ടും അല്ലേ? അത് വെർച്വലി കിട്ടുമ്പോ, അല്ലെങ്കിൽ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിലൂടെ നിങ്ങൾക്ക് അത് കിട്ടുമ്പോൾ നിങ്ങൾ എത്രമാത്രം സോഷ്യലൈസ് ചെയ്യാൻ ഇടയുണ്ടാകും. സാമൂഹിക ജീവി എന്നുള്ളതിൽ നിന്ന് മനുഷ്യരൊരു അസാമൂഹിക ജീവിയായി മാറുന്ന, ഒറ്റയായി പോകുന്ന ഒരു കൂട്ടമായി മാറാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്ന് പാടങ്ങൾ ഇപ്പൊ നല്ല നോക്കൂ, ക്രിക്കറ്റ് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്ന ടർഫിലേക്ക് വന്നു അല്ലെ? ടർഫ് ഫാഷൻസ്, ടർഫിന്റെ ലോകത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലെ? അല്ല, അത് ടർഫിൽ തന്നെയാണെങ്കിലും ഗ്രൗണ്ടിൽ പാടത്തിറങ്ങി ക്രിക്കറ്റ് കളിക്കുന്ന, പാടത്തിറങ്ങി ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ പാടം തന്നെ ഇല്ല. അതിൽ നമ്മൾ ഡിജിറ്റൽ ഓൺലൈൻ ഗെയിംസിലേക്ക് വന്നു, മൊബൈൽ ഫോൺ ഗെയിംസിലേക്ക് വന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാമൂഹിക ജീവി എന്നുള്ളതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് രണ്ടുമാണ് ഞാൻ വളരെ നെഗറ്റീവായ രീതിയിൽ ചിന്തിക്കാൻ. ഒന്ന്, നമ്മുടെ കൺട്രോളിൽ നിന്ന് ടെക്നോളജി പോകുന്നതിനെ പറ്റി നമുക്ക് അറിയില്ല. ഇപ്പോൾ റൈറ്റ് നൗ ദിസ് ടെക്നോളജി ഈസ് അണ്ടർ അവർ കൺട്രോൾ, ബട്ട് വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദിസ് ടെക്നോളജി ഈസ് സർപാസിംഗ് അവർ കൺട്രോൾ. ഇറ്റ് ക്യാൻ സർപാസ് അവർ കൺട്രോൾ. നമ്മളുടെ കൺട്രോൾ സർപാസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, എന്താണോ മനുഷ്യൻ സ്നേഹിക്കുന്ന, പരാതി പറയുന്ന, സങ്കടപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന, പ്രണയിക്കുന്ന, പരാതി പറയുന്ന, അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ ഇല്ലാതാവാൻ സാധ്യതയുണ്ട്, സോഷ്യലൈസേഷൻ ഇല്ലാവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ നമ്മൾ മനുഷ്യരായതുകൊണ്ടും റോബോട്ടുകൾ അല്ലാത്തതുകൊണ്ടും ഒരു ചായ കുടിച്ചൊരു ബ്രേക്ക് എടുക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. എന്നതുകൊണ്ട് നമുക്കൊരു ടീ ബ്രേക്കിന് ശേഷം കുറച്ച് നേരം കൂടി വർത്തമാനം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരു ടീ ബ്രേക്കിലേക്ക് പോകാം അല്ലേ സാറേ? താങ്ക് യു. പലതിനെ കുറിച്ച് കണക്ട് ചെയ്യാൻ കേട്ടോ. ഇപ്പോ നെഗറ്റീവ്സ്, ഇപ്പൊ നമ്മൾ എന്തിനെ കേട്ടാലും എന്താണ് അതിന്റെ പോസിറ്റീവ്സ്, എന്താണ് അതിന്റെ നെഗറ്റീവ്സ് എന്ന് നമ്മൾ സംസാരിക്കുന്നതിന് അപ്പുറത്തേക്ക് പല മേഖലകളുമായിട്ട് നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറോടുകൂടി നമുക്ക് ഈ വർത്തമാനം നമുക്ക് അവസാനിപ്പിക്കാം. ചോദിക്കണമെന്നുണ്ട് അല്ലേ? ചോദിച്ചോളൂ കേട്ടോ. സാർ മൈക്ക് ഇവിടെ ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നു. പകുതി ചോദ്യം ഉണ്ട്, അതങ്ങോട്ട് മൈക്ക് കൊടുത്താൽ ഫുള്ളാവും. ഇവിടെ സാർ നിങ്ങളിപ്പോ ഗൂഗിൾ ചെയ്താൽ തന്നെ ഗീവ് സം ഡൗട്ട്സ് അബൌട്ട് AI എന്ന് നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താൽ AI തന്നെ AI പറ്റിയുള്ള ഡൗട്ടുകൾ തരും. അങ്ങനെ തന്നെ നമുക്ക് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. നിങ്ങൾ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫോണിലെ AI ഉണ്ടല്ലോ, വി ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ലെക്ചർ ഓൺ AI. ഐ വാണ്ട് സം ഡൗട്ട്സ് അബൌട്ട് യു ഇറ്റ് സെൽഫ്. സെൽഫ് ചോദിച്ചാൽ AI തന്നെ നിങ്ങൾ AI-യുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ടുകൾ തരാൻ സാധ്യതയുണ്ട്. ഈ വിർച്വൽ റിയാലിറ്റി ആൻഡ് ഈ കോമൺ റിയാലിറ്റി ഇല്ലേ, ഈ രണ്ട് റിയാലിറ്റി, ഒരു മനുഷ്യന് ഇപ്പോ അയാളുടെ ഈ റിയാലിറ്റി ഇഷ്ടമല്ല, അപ്പൊ അയാൾക്ക് ആ വിർച്വൽ റിയാലിറ്റി വേൾഡ് ജീവിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അയാൾക്ക് അയാളുടെ ചോയ്സ് അല്ലേ അത്? തീർച്ചയായിട്ടും. അപ്പൊ ആ ഹ്യൂമൻസ് ഒരു സോഷ്യൽ ബീനും കൂടെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതെങ്ങനെയാ കോൺട്രാസ്റ്റ് ചെയ്യുക? വിർച്വൽ റിയാലിറ്റിയിൽ ഒരിക്കലും ഒരു ഹ്യൂമന് കടക്കാൻ സാധിക്കുന്നുണ്ട് ഇല്ല. പേരെന്താ? ഡാനി. ഡാനി എന്താ പഠിക്കണം? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് ഏതിയറ? വെരി ഗുഡ്. നല്ല ചോദ്യം. ഡാനി എന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള മനുഷ്യനെ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഡാനി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. രണ്ട് ഫാക്ടേഴ്സ് ആണ് അതിലുള്ളത്. ഒന്ന്, വെർച്വൽ റിയാലിറ്റിയും സാധാ നമ്മൾ വെർച്വൽ എന്ന വാചകം ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള കോമൺ റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും രണ്ടാണ് അല്ലെ? അതല്ല ഉദ്ദേശിച്ചത്. അപ്പൊ വെർച്വൽ റിയാലിറ്റിയും കോമൺ റിയാലിറ്റിയും രണ്ടാണ്. അപ്പോ വെർച്വൽ റിയാലിറ്റിയിൽ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ചോയ്സാണ്. ആ ചോയ്സിനെ നമ്മൾ മാനിക്കേണ്ടതല്ലേ എന്നാണ് ചോദ്യം അല്ലേ? അപ്പോ ആ ചോദ്യത്തിനുള്ളൊരു എന്റെ ഒരു വർത്തമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, എനിക്ക് ആരോടും മിണ്ടാതെ ഇരിക്കാം. എനിക്ക്
ഇപ്പൊ ഞാനൊരു ബസ്സിൽ കയറുന്നു, എന്റെ അവിടെ ആരും സംസാരിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടുകൊണ്ട് ആ യാത്ര നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് ആരോടും മിണ്ടാൻ താല്പര്യമില്ല, എനിക്ക് തോന്നുന്നവരോട് മാത്രമേ ഞാൻ മിണ്ടൂ എന്നും എനിക്ക് ചിന്തിക്കാം. പക്ഷേ അതിലൊരു അപകടം, സാമൂഹികമായ തലത്തിൽ അതിനൊരു അപകടം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന്, ചോയ്സിനെ മാനിച്ചുകൊണ്ട് തന്നെ, അയാളുടെ തിരഞ്ഞെടുപ്പിനെ മാനിച്ചുകൊണ്ട് തന്നെ, എന്തുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ, ഒന്ന്, ഒരു കാലത്തും നിങ്ങളുടെ ലൈഫ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ആവില്ല പോകുന്നത്. എന്റെയോ നിങ്ങളുടെയോ ഒരു മനുഷ്യന്റെയും ജീവിതം ഒരു നേർരേഖയിലല്ല. അതിനൊരു കയറ്റം ഉണ്ടാകും, അതിനൊരു ഇറക്കം ഉണ്ടാകും, വലിയ കയറ്റങ്ങളും വലിയ ഇറക്കങ്ങളും ഉണ്ടാകും. അപ്പോ അമിതമായ സന്തോഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യണം, അമിതമായ സങ്കടം ഉണ്ടാകുമ്പോഴും നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യണം. അതിന് നിങ്ങൾക്കൊരു വെർച്വൽ സുഹൃത്തുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോംപ്റ്റിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ റോബോട്ടിനോട് അല്ലെങ്കിൽ അലക്സയോടോ സിറിയോടോ ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാനോ പറയാനോ ആ ഇമോഷൻസ് പങ്കുവെക്കാനോ നിങ്ങൾക്ക് പറ്റും. പക്ഷെ എങ്കിലും നിങ്ങളൊരു കൂട്ടത്തിലിരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ജീവനുള്ള ജൈവികമായ ഒരു വ്യക്തിയോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമോ സൊല്യൂഷനോ ഒരു വെർച്വൽ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. പ്രൊവൈഡർ ആ സുഹൃത്ത് നിങ്ങളെ അസിസ്റ്റ് ചെയ്യും, നിങ്ങൾ അതിൽ കംഫർട്ടാണ്, ശരിയാണ്. പക്ഷേ നിങ്ങൾ മറ്റൊരു സാമൂഹികമായ ഇടത്തായി, സാമൂഹികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 50 പേരോട് സംസാരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഏറ്റവും അടുത്ത ഒരു ജീവനുള്ള ഒരു ലൈഫുള്ള ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങൾ ഒരാളെ കെട്ടിപ്പിടിക്കുന്നു, നിങ്ങൾ ഒരു സുഹൃത്തിനെ ആശ്ലേഷിക്കുന്നു, ഒരു ഹഗ്ഗിന്, ഒരു കെട്ടിപ്പിടുത്തത്തിന് ഒരു വലിയ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ധാരാളം പരാതികളും പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സുഹൃത്തിന് അതിന് നിങ്ങൾക്ക് മറുപടി ഇല്ലായിരിക്കും. പക്ഷെ നിങ്ങൾ അയാളെ സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ആ മനുഷ്യനോ ആ വ്യക്തിക്ക് ഒരുപാട് ആശ്വാസമാവും, അല്ലേ? നിങ്ങളോട് ഒരാളോട് ഒത്തിരി സങ്കടങ്ങൾ പറയുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി ഇല്ല, പക്ഷെ നിങ്ങൾ വെറുതെ കേട്ടിരുന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന ഒരു കൊടുക്കാവുന്ന ഒരു ആശ്വാസമുണ്ട്. ഇത്തരത്തിലുള്ള ജൈവികമായിട്ടുള്ള ജീവനുള്ള ഒരു റെസ്പോൺസോ ഒരു സൊല്യൂഷനോ ഒരു ഫീലിങ്ങോ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് സംശയമാണ്. അയാൾ ആ വെർച്വൽ റിയാലിറ്റിയിൽ സംതൃപ്തനാണ്, അതിനെ നമ്മൾ അംഗീകരിക്കുന്നു, അത് അയാളുടെ ചോയ്സാണ്. പക്ഷെ നിങ്ങൾ അതിന് പുറത്ത് കടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജീവനുള്ള ഒരു തേജസ്സുള്ള ഒരു സ്നേഹത്തെ, ഒരു ആശ്ലേഷത്തെ നിങ്ങൾക്ക് മറ്റതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. കാരണം ആലോചിച്ച് നോക്കൂ, അതൊരു ആർട്ടിഫിഷ്യലാണ്. ഇന്റലിജൻസ് എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ആവുന്നത്? ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നവരെ പറ്റി പറയണം, അയാൾ ഒരു ആർട്ടിഫിഷ്യലായി സംസാരിക്കുന്നു, ആ സ്നേഹം ആർട്ടിഫിഷ്യലായി പോകുന്നു. വളരെ സുദൃഢമായി, സന്തോഷമായി, പ്രണയത്താൽ ആർദ്രതമായി മുന്നോട്ട് പോകുന്ന ഒരു ബന്ധം ആർട്ടിഫിഷ്യലായി നമുക്ക് തോന്നുന്നുണ്ട്. എപ്പോഴാണ് സ്നേഹം മുറിഞ്ഞു പോകുമ്പോൾ, അക്സെപ്റ്റൻസ് മുറിഞ്ഞു പോകുമ്പോൾ നമുക്ക് അതൊരു ആർട്ടിഫിഷ്യലായി തോന്നുന്നു. എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? ജൈവികമല്ലാത്തത്, അല്ലേ? ജൈവികമായ ഒരു നൈരന്തര്യം ഇല്ലാത്തത് എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോ ആ ആർട്ടിഫിഷ്യലായ ഒരു വെർച്വൽ റിയാലിറ്റിക്ക് ഒരിക്കലും ജീവനുള്ള ജീവസുറ്റ ഒരു ചെറുത്തുപിടിക്കൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഓർത്ത് നോക്കൂ, ഇപ്പൊ മാർക്സിനെയും എംഗൽസിനെയും നമ്മളത് വായിച്ചു നോക്കൂ. മാർക്സിന് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടായിരുന്നു കൂട്ട് എങ്കിൽ എംഗൽസ് അറിയാം. മാർക്സിന്റെ ജീവിതം നമ്മൾ വളരെ ദരിദ്രനായി ജീവിച്ച ഒരു വ്യക്തിയാണ് മാർക്സ്. എംഗൽസ് കൊടുത്ത പണം കൊണ്ടാണ് പകുതി സമയവും മാർക്സിന്റെ ജീവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എംഗൽസും മാർക്സും ഏറ്റവും അടുത്ത സുഹൃത്ത്, അവരുടെ സുഹൃത്ത് ബന്ധത്തെ പറ്റി തന്നെ ധാരാളം വായിക്കാനുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, മാർക്സിന് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ആയിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ എന്നുള്ളത് ചിന്തിച്ച് നോക്കൂ. മനുഷ്യനെ ആർദ്രമായി ചേർത്ത് പിടിക്കാൻ വെർച്വൽ റിയാലിറ്റിക്ക് കഴിയുമോ എന്നുള്ളത് ഒരു സംശയമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അയാളുടെ ചോയ്സാണ്. പക്ഷെങ്കിലും അവിടെയാണ് അദ്ദേഹത്തിന്റെ എം എൻ വിജയമാഷിന്റെ വാചകമുണ്ട്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾക്കപ്പുറത്തേക്ക് ഒരു വലിയ ലോകമുണ്ട് എന്ന് കൂടി തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്, അല്ലെ? നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ശരിയാണ്, പക്ഷെ ആ തിരഞ്ഞെടുപ്പ് മാത്രമാണ് ശരിയെന്ന് നമ്മൾ വിചാരിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതിനപ്പുറത്ത് കൂടി ഒരു ശരിയുണ്ട്, അതിനെ കൂടി അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റിയിൽ തുടരാനുള്ള അയാളുടെ ആഗ്രഹത്തെയും ചോയ്സിനെയും മാനിക്കുന്നു. പക്ഷേ
അയാൾ വലിയൊരു ഒരു മാനസികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആശ്ലേഷിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ ജീവനുള്ള ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടെങ്കിൽ ലൈഫ് കുറെ കൂടി സന്തോഷമാവില്ല എന്നൊരു ചിന്ത. അത്രേ ഉള്ളൂ. ടൈമില്ലെങ്കിലും ഐ മീൻ ടൈം ശരിയാണ്. 2 മാസത്തിനകം അയാൾ മരിച്ചു പോകും. അപ്പൊ 20 വർഷത്തേക്ക് അയാൾക്കുള്ള ഒരു ഓർമ്മകൾ അയാളുടെ വിർച്വൽ റിയാലിറ്റി അയാൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മള് നിങ്ങള് ജയറാമും ജയസൂര്യയൊക്കെ ഉണ്ടായിരുന്ന അവർക്ക് ക്യാൻസർ വരുന്ന ഒരു സിനിമയുണ്ട്, നിങ്ങൾ കണ്ടിരുന്നത് ഫോർ ഫ്രണ്ട്സ്, അങ്ങനെ പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. 2 മാസം കൂടി ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നുള്ളൂ അല്ലേ? ആ 2 മാസം ജീവിച്ചിരിക്കുന്ന ഇപ്പൊ ഒരു വ്യക്തി, ഇപ്പൊ സപ്പോസ് എ എന്ന വ്യക്തി, അയാൾ 2 മാസത്തേക്ക് ഇനി ജീവനുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതുന്നു. കഴിഞ്ഞ 20 വർഷത്തെ ഓർമ്മകൾ അത്രമാത്രം സന്തോഷത്തോടുകൂടി അയാൾക്ക് നൽകുന്നതാണോ? ആ 2 മാസത്തേക്ക് കഴിഞ്ഞ 20 വർഷത്തിന് മേലെയുള്ള 40 വർഷത്ത് അയാൾ എത്ര വർഷം ജീവിച്ചോ ആ വർഷത്തെ ആ ഓർമ്മകളെക്കാളും ശ്രേഷ്ഠമായ സന്തോഷമുള്ള നിറവുള്ള ഓർമ്മകൾ അയാൾക്ക് നൽകുന്ന ഒരു 4 സുഹൃത്തുക്കൾ അടുത്തുണ്ടെങ്കിലും ആ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ബന്ധങ്ങൾ ഒരിക്കലും താനേ ഉണ്ടാകുന്നതല്ല അല്ലേ? അപ്പോ ഒരാൾ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സുഹൃത്ത് ബന്ധത്തിന് വേണ്ടി വലിയ സമയം ചെലവഴിച്ചിട്ടുണ്ട് അല്ലേ? ആ അപ്പുറത്തിരിക്കുന്ന വ്യക്തിയും വലിയ സമയം ചെലവഴിച്ചിട്ടുണ്ടാകും. അങ്ങനെ നല്ല സുഹൃത്തുക്കൾ ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മൾ എ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരേണ്ടത് അല്ലേ? എനിക്ക് ഒരു അടുത്ത ഏറ്റവും നല്ലൊരു സുഹൃത്തുണ്ട്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടൈമില്ല, 2 മാസം കൂടിയേ ഉള്ളൂ, അപ്പൊ ഞാൻ എ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ്, ഒരു സാമൂഹിക വലയത്തിൽ നിന്ന് അയാൾ പിന്തള്ളപ്പെട്ടു പോയിട്ടല്ലേ അല്ലേ? ഒരു സാമൂഹിക വലയം അയാൾക്ക് ചുറ്റുമില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിന്റെ ജീവിതം എവിടെയായിരുന്നു? വെർച്വൽ റിയാലിറ്റിയിലായിരുന്നു. സാധാരണ റിയാലിറ്റി, കോമൺ റിയാലിറ്റിയിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകും. ഇപ്പൊ സുഹ്റൈ മജീദ് നമ്മൾ നോക്കൂ, തകർന്നുപോയ മനുഷ്യനാണ്, ഇല്ലാത്ത ദുരിതങ്ങളൊന്നുമില്ല മജീദിന്റെ ജീവിതത്തിൽ, എങ്കിലും അയാൾ സുഹ്റയെ ഓർത്തെടുക്കുന്നത് ഹൃദയത്താൽ നിറഞ്ഞ ഓർമ്മകളാലാണ്. അങ്ങനെ ഓർത്തെടുക്കാൻ ഒരു സുഹ്റ മജീദിനുണ്ടായിരുന്നു. ഏത് സുഹ്റൈ മജീദ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയുമോ? ഓർക്കണ്ടല്ലോ, ബാല്യകാല സഖിയിലെയാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം സുഹ്റൈ മജീദിനെ വായിക്കാത്ത ധാരാളം കുട്ടികളുണ്ട് കേട്ടോ. ബാല്യകാല സഖി അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. തെറ്റായിട്ടല്ല ഞാൻ പറഞ്ഞത്, വായിക്കണം. എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. നമുക്ക് നമ്മുടെ മനുഷ്യവംശത്തെ ജീവനോടെ മുന്നോട്ട് കൊണ്ടുപോയ കാലങ്ങൾ വായിക്കണം. ഇത്രയും നാൾ അയാൾ വെർച്വൽ റിയാലിറ്റിക്ക് അപ്പുറമായിരുന്നെങ്കിൽ അയാളുടെ മുന്നോട്ടുള്ള 2 മാസത്തെ ഏറ്റവും അയാൾ ആഗ്രഹിച്ച സ്ഥലത്ത് കൊണ്ടുപോകാൻ ആ സുഹൃത്തുക്കൾക്ക് സാധിച്ചേക്കും. അയാൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കൊടുക്കാൻ അയാൾക്ക് സാധിച്ചേക്കും. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ച യാത്രകൾ, വായിക്കാൻ മറന്ന പുസ്തകങ്ങൾ, കാണാൻ സാധിക്കാതിരുന്ന മനുഷ്യൻ. ഇപ്പൊ ചാർലി സിനിമ നമ്മളെല്ലാവരും ഒരു ഫാന്റസി വേൾഡാണ് നമുക്ക് ചാർലി. എന്താണ്, ഒരു ഫാന്റസി വേൾഡാണ് ചാർലി എന്ന സിനിമ. കാരണം എന്താണ്, ഇഷ്ടമുള്ള ജീവിതം നയിക്കുകയാണ് അയാൾ. നമ്മൾ ആഗ്രഹിച്ചിട്ടും നമുക്ക് ലഭിക്കാതെ പോയ ജീവിതം അതുകൂടി ജീവിക്കാൻ ആ 2 മാസത്തേക്ക് ഒരു 4 സുഹൃത്തുക്കൾ അയാളെ സഹായിക്കുന്നെങ്കിൽ അയാൾക്ക് അതല്ലേ കൂടുതൽ സന്തോഷം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോയ കാലത്തെ ഓർമ്മകൾ ജീവിക്കുന്നതിനേക്കാൾ അപ്പുറം പുതിയ കാലത്തിന്റെ മധുര ചഷകങ്ങൾ സ്വീകരിക്കുന്നതാണെന്ന് അലക്സാണ്ടർ പുഷ്കിനാണ് പറഞ്ഞത്. എനിക്ക് പോയ കാലത്തിന്റെ ഓർമ്മകൾ അനേകമാണ്. പോയ കാലത്തിന്റെ ഓർമ്മകൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഓർമ്മകളാണ്. പക്ഷേ എനിക്ക് എന്താണ്, ഇനി വരുന്ന കാലത്തിന്റെ മധുര ചഷകങ്ങളാണ് വേണ്ടത്. അത് സ്വീകരിക്കാൻ ഈ ഹൃദയപാനപാത്രം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പുഷ്കിൻ പറയുന്നുണ്ട്. അപ്പോൾ ഐ ഹാവ് 2 months റിമൈനിങ്. ഇഫ് ഐ ഹാവ് 1 or 2 or 4 friends aside me or beside me to bring me to heaven, that will be more happy എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ. നിനക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല, എനിക്കറിയാം. കുഴപ്പമില്ല, എന്നാലും ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനിയുള്ള 20 വർഷത്തെ എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന 20 വർഷത്തെ സംഭവങ്ങൾ ഒരു പ്രോബബിലിറ്റി വെച്ച് AI ജനറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതാ 2 മാസം കൊണ്ട് കണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 2 മാസം ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചെലവഴിക്കുന്നതിനേക്കാളും 2 മാസം AI വേൾഡ് നിൽക്കുന്നതല്ല. ഈ 20 വർഷം മുന്നോട്ട് എന്നുള്ളത് സങ്കടങ്ങളും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അല്ലേ? അപ്പോ നമ്മൾ ആരെങ്കിലും വലിയ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പൊ അദ്ദേഹം ചോദിച്ചത്, പെരുമറന്നുപോയി, ഡാനി ചോദിച്ചത്, ഞാനൊരു 20 വർഷം ജീവിക്കുകയാണ്, ഈ 20 വർഷത്തേക്ക് 20 വർഷത്തേക്ക് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെല്ലാം ഈ 2 മാസം കൊണ്ട് എനിക്ക് വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയാണ്. അതിൽ സന്തോഷം മാത്രമായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? വേർപാടുകൾ ഉണ്ടാകാം,
പ്രിയപ്പെട്ട മനുഷ്യർ നമ്മളെ കടന്നു പോകും. കൊടിയ മാനസിക വേദനയിലൂടെ നമ്മൾ കടന്നു പോകും, പ്രയാസങ്ങളിലൂടെ കടന്നു പോകും. അപ്പോ അത് വേണോ, ഈ 2 മാസം നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം സന്തോഷമായി ചെലവഴിക്കണോ? ഏതായിരിക്കും? ഞാൻ ഏതായാലും സങ്കടങ്ങൾ കൂടിയുള്ള ജീവിതം, ഇപ്പൊ ഞാൻ എന്റെ 20 വർഷം എനിക്കൊരു 2 ദിവസം കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദുഃഖങ്ങൾ എന്തായാലും ഉണ്ടാവും, അല്ലേ? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ലൈഫിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്? ഒരിക്കലും പറ്റില്ല. അപ്പോ അത് നിങ്ങളുടെ ചോയ്സാണ്. സന്തോഷം വേണോ സങ്കടം വേണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. തീരാത്ത ദുഃഖം മതി എന്റെ ജീവിതം എന്ന് ആരെങ്കിലും തിരഞ്ഞെടുക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ഒരു നല്ല കാലം ഉണ്ടായെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നിലുള്ള 2 മാസക്കാലം സന്തോഷമുള്ള സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുക, അല്ലേ? അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡാനിയുടെ ചോയ്സാണ് സങ്കടം വേണോ സന്തോഷം വേണോ എന്നുള്ളത്. അതല്ല, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വേർവിട്ടു പോയ ഒരാളുടെ ഒരു AI വഴി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ലേ? കൂട്ടത്തോട് ചേർത്ത് കൊണ്ടുവരാൻ AI വേണമെന്നില്ല. നിങ്ങള് മരിച്ചുപോയ ഒരാളെ, മരിച്ചുപോയ, അതെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതിൽ ഞാൻ ഉത്തരം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. മരിച്ചുപോയ ഒരാളെ വെർച്വൽ റിയാലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വെർച്വൽ റിയാലിറ്റി വഴി ഇപ്പോ നമ്മള് ഇപ്പോ ഫോട്ടോ ആനിമേഷൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് തെറ്റില്ല. അത് മറ്റൊരു വിഷയമാണ്. കാരണം ആലോചിക്കോ, എന്റെ വല്യമ്മച്ചി മരിച്ചിട്ട് 2018 വല്യമ്മച്ചി മരിക്കുന്നത്. അമ്മച്ചിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അമ്മച്ചിയുടെ ഇമേജസ് ആനിമേറ്റ് ചെയ്ത് വീഡിയോസ് ആക്കിക്കൊണ്ട് അത് നല്ലതാണ്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൂർണ്ണമായി തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്. അത്തരത്തിൽ വെർച്വൽ റിയാലിറ്റി വഴി പോയ കാര്യങ്ങൾ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷെ അവിടെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം തിന്മ മാത്രം ചെയ്ത ഒരാളെ വെർച്വൽ റിയാലിറ്റിക്ക് തിരിച്ചു കൊണ്ടുവരുമോ? ഇല്ല. അതാണ് പോയിന്റ്. സന്തോഷിക്കുക, നന്നായി ജീവിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക. അതിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന റിയാലിറ്റി എന്നുള്ളത്, ഇപ്പോ അതേ ചോദ്യം തന്നെ ചോദിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഇടത്തിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ യാത്ര കൊണ്ടുപോകുമ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ മരണപ്പെട്ടു പോകുന്ന ഒരാൾ വെർച്വൽ റിയാലിറ്റി വരെ കൊണ്ടുപോകുന്നത് കാണുന്നതും ഒക്കെ നല്ല കാര്യമാണ്. അക്സെപ്റ്റബിൾ, കുഴപ്പമില്ല, അക്സെപ്റ്റബിൾ. പക്ഷെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഇനി ഭാവിയെ നമ്മൾ ഇപ്പൊ കാണുമ്പോൾ ഭാവി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഭാവിയിൽ സന്തോഷം പ്രെഡിക്റ്റ് ചെയ്താലും അതിൽ സന്തോഷം, ഇപ്പൊ നമ്മൾ അടുത്ത 5 വർഷത്തെ എന്റെ സങ്കടങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ എയോട് പറഞ്ഞ് നടക്കൂല. അങ്ങനെ നടത്തുന്ന ടെക്നോളജി ഉണ്ടാവുമോ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ടെക്നോളജി ഉണ്ടാവുന്നത്. പ്ലീസ് ഡിലീറ്റ് ദ ഗ്രീഫ് ആൻഡ് സോറോസ് ഇൻ മൈ ലൈഫ് ഫോർ ദ കമ്മിങ് 5 years എന്ന് പറഞ്ഞ അങ്ങനെ പറ്റുമോ? അപ്പൊ പറ്റൂല. അപ്പൊ നമ്മൾ ദൈവമായില്ലേ? ദൈവം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമായില്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ആളല്ല. അപ്പൊ അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നണേ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡാനി ഇതിനെപ്പറ്റി കൂലങ്കഷമായി ചിന്തിക്കുന്ന ഒരാളാണ്. നല്ലൊരു ശാസ്ത്രജ്ഞനാവേണ്ട ഒരാളാണ് കേട്ടോ. ഞാൻ തമാശ പറഞ്ഞല്ല. കാര്യം പീപ്പിൾ നീഡ് ടു തിങ്ക് ഡിഫറെന്റ് ആംഗിൾസ്. പീപ്പിൾ നീഡ് ടു തിങ്ക് ഫ്രം ഡിഫറെന്റ് ആംഗിൾസ് എക്സെപ്റ്റ് ദ സബ്ജക്ട്സ് ദാറ്റ് യു ആർ ലേണിംഗ്. പഠിക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ചിന്തകളാണ് ശരിയായ രീതിയിലുള്ള ആഗ്രഹങ്ങളിലേക്കും സാമൂഹിക പരിവർത്തനങ്ങളിലേക്കും നയിക്കുന്നത്. അങ്ങനെയാണ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാവും? ഒരു ചോദ്യം ഇട്ടാ. പേരും നിങ്ങൾ എന്താ പഠിക്കാൻ എവിടെ വരുന്നെന്ന് പറഞ്ഞിട്ട് ചോദിച്ചോട്ടോ. അക്ഷയ. എന്താ പഠിക്കുന്നത്? സൈബർ സെക്യൂരിറ്റി. വെരി ഗുഡ്. നമ്മളെ AI കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് എന്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. പക്ഷെ ഒരു ഹ്യൂമൻ എന്ന നിലയ്ക്ക് നമ്മുടെ ചിന്താശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമല്ലേ? നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും നമ്മുടെ ടൈം ആണെങ്കിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പറ്റി 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ആസ് എ ഹ്യൂമൻ ബീങ് ലോസിങ് അവർ ക്രിയേറ്റിവിറ്റി. ഇത് രണ്ടും അക്ഷയ ചോദിച്ച ചോദ്യത്തിന്റെ 2 പ്രധാനപ്പെട്ട വേരിയബിൾസ് ആണ്, അല്ലേ? വി ആർ ഹ്യൂമൻ ബീങ്സ്, വി നീഡ് ക്രിയേറ്റിവിറ്റി. AI ഈസ് ടെർമിനേറ്റിംഗ് ദിസ് ക്രിയേറ്റിവിറ്റി, അല്ലേ? അത് ചോദിക്കുന്നത്. മൈക്കലാഞ്ചലോ നമുക്കറിയാം. ആരാണ് മൈക്കലാഞ്ചലോ? ലോകപ്രശസ്തനായ ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ, ശില്പി എന്ന് എങ്ങനെയാണ് മൈക്കലാഞ്ചലോ പറയുന്നത്? മൈക്കലാഞ്ചലോ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ഞാനും മൈക്കലാഞ്ചലോയും കൂടെ നടന്നു പോകുമ്പോൾ ഞാനൊരു കല്ല് കാണുന്നു, മൈക്കലാഞ്ചലോ ആ കല്ലിൽ ഒരു ശില്പത്തെ കാണും. അതാണ് നമ്മൾ മൈക്കലാഞ്ചലോയുടെ കലാവിരുതായിട്ട് കാണുന്നത്. നിങ്ങൾ മൊസാർട്ടിനെ എടുത്തു നോക്കുക. ആരാണ് മൊസാർട്ട്? ലോകപ്രശസ്ത സംഗീതജ്ഞനാണ്. നമ്മൾ പിയാനോ കാണുന്നു, മൊസാർട്ട് ആ പിയാനോയിൽ നിന്ന് സംഗീത തന്ത്രികളെ കാണുന്നു, അല്ലേ? ആരാണ്? ഷേക്സ്പിയർ. നമ്മൾ അക്ഷരങ്ങളെ കാണുന്നു, ഷേക്സ്പിയർ ആ അക്ഷരങ്ങൾ കൊണ്ട്
അനിതര സാധാരണമായ കഥാപാത്രങ്ങളും ഇമോഷനുകളും സൃഷ്ടിക്കുന്നു, അല്ലേ? ഈ ഫീൽഡിലേക്ക് AI കടന്നു വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് അസൈൻമെന്റ് നൽകുന്നു, ഒരു ലേഖനം എഴുതാൻ പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചിന്തിക്കുന്നു, ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ എടുത്ത് റെഫർ ചെയ്യുന്നു. ആ റെഫർ ചെയ്യുന്നതിനെ നമ്മൾ അനലൈസ് ചെയ്ത് ഒരു പ്രബന്ധം ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വീട്ടിലേക്ക് പോലും പോകുന്നില്ല. ടീച്ചർ പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കുന്നു. ഷേക്സ്പിയറിന്റെ മുഴുവൻ എഴുത്തുകളുടെയും സമ്മറി ഒറ്റ പാരഗ്രാഫിൽ ജെമിനി അടിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങളുടെ GPT-4 നമുക്ക് സമ്മറി ചെയ്തു തരും. വാസ്തവത്തിൽ ഇത് ക്രിയാത്മകതയെ തകർക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നോ അതർ ആർഗ്യുമെന്റ്സ്. ഞാനൊരു പുസ്തകം വായിക്കുന്നു, ഒരു പെരുമ്പടവത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒരു സങ്കീർത്തനം പോലെ വായിച്ചിട്ടുണ്ട്. വായിക്കാത്തവർ വായിക്കണം. പെരുമ്പടവം ഒരു സങ്കീർത്തനം പോലെ ഞാൻ വായിക്കുന്നു. ദോസ്തോയെവ്സ്കിയുടെയും അന്നയുടെയും നേവ നദീ തീരത്തിലൂടെ ഒക്കെ ഞാൻ കടന്നു പോകുന്നു. എന്റെ മനസ്സിലെ വാചകങ്ങൾ നിൽക്കുകയാണ്. എന്റെ മനസ്സിൽ അതിന്റെ ആശയങ്ങൾ നിൽക്കുകയാണ്. നിങ്ങൾ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിന്റെ സമ്മറി AI ചോദിക്കുന്നു, അത് കിട്ടുന്നു, നിങ്ങൾ എഴുതി വെക്കുന്നു. നിങ്ങൾ ആ പുസ്തകം വായിക്കുക എന്ന ആശയത്തിൽ നിന്ന്, അല്ലെങ്കിൽ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദത്തിൽ നിന്ന് നിങ്ങൾ ഔട്ടാവുകയാണ്. സാഹിത്യം നമ്മൾ എന്തിനാണ് നമ്മൾ സാഹിത്യം പഠിക്കുന്നത്? നിങ്ങളൊരു പുസ്തകം, അതിഭയങ്കരമായ ഒരാശയമാണ്. നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ, നിങ്ങളൊരു പാട്ട് കേൾക്കുമ്പോൾ, നിങ്ങളൊരു സിനിമ കാണുമ്പോൾ, നിങ്ങളൊരു യാത്ര ചെയ്യുമ്പോൾ, ആ പുസ്തകത്തിൽ നിങ്ങൾ തന്നെ അതിലെ കഥാപാത്രങ്ങളാവുന്നു. നിങ്ങൾ തന്നെ അതിലെ കഥാപാത്രങ്ങളുടെ സങ്കടങ്ങളും പരാതികളും പ്രയത്നങ്ങളും പ്രയാണങ്ങളും ഒക്കെ നിങ്ങളുടേതായിട്ട് മാറുന്നുണ്ട്, അല്ലേ? ഇപ്പൊ നമ്മൾ നാടിൻ നന്മകനെ പൊന്മകനെ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഊർജം കിട്ടുന്നുണ്ട്. ഒരു പരിധി വരെയെങ്കിലും നമ്മൾ ഒരു രംഗണ്ണനായിട്ട് ഡാൻസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ആ ഒരു ഇമേജിലോട്ട് നമ്മൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നു. അല്ലെ, കൊച്ചുകുട്ടികൾ നോക്കിക്കൂ, അവർക്ക് ജനഗണമനയെക്കാട്ടിലും നന്നായിട്ട് ഓരോ വരിയും തെറ്റാതെ നാടിൻ നന്മകനെ എന്നുള്ള പാട്ട് കൊച്ചുകുട്ടികൾക്ക് അറിയാം, അല്ലെ? നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് നാടിൻ നന്മകനെ പാടുന്ന സ്കൂൾ കുട്ടികളുടെ വീഡിയോസാണ്, അല്ലേ? എന്തുകൊണ്ടാണ്? അപ്പൊ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രംഗണ്ണനായി രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താണ്? ഒരു പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു റൊമാൻറ്റിക് സോങ് നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ പ്രണയിക്കുന്നയാളെ അപ്പുറത്തേക്ക് നിങ്ങൾ സങ്കല്പിക്കുകയും അത് നിങ്ങൾ ആ പാട്ടിലെ കഥാപാത്രങ്ങളായി മാറുകയും ചെയ്യും, അല്ലേ? അതെന്തുകൊണ്ടാണ്? നിങ്ങളത് അനുഭവിക്കുന്നത് കൊണ്ട്, നിങ്ങളത് എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളൊരു കഥ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ആ അനുഭവത്തിൽ നിങ്ങൾ ഇമ്മേഴ്സീവ് റിയാലിറ്റി നിങ്ങൾ ഇമ്മേഴ്സ്ഡ് ആവുകയാണ്. അത് നിങ്ങളായി മാറുകയാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി എത്രമാത്രം നിങ്ങൾ കാമ്പുള്ള മനുഷ്യരായി മാറുന്നു എന്നുള്ളത് സംശയമാണ്. അത് മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയെ മാത്രമല്ല, മനുഷ്യന്റെ അനുഭവത്തെ കൂടി ഇല്ലാതാക്കുന്നുണ്ട്. കാരണം ഞാൻ നോക്കൂ, 5 സെക്കൻഡ് കൊണ്ടിൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? ഗീവ് മീ ദ ഹോൾ സമ്മറി ഓഫ് ദ ഷേക്സ്പിയർ ഇൻ 5 ലൈൻസ് എന്ന് പറഞ്ഞാൽ 5 ലൈൻസിനുള്ളിൽ വരും. അപ്പൊ നിങ്ങൾക്ക് ഷേക്സ്പിയറിന്റെ കഥയൊന്നും വായിക്കണ്ട. അപ്പോ വായനയിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളെ ഇതെല്ലാം ഇല്ലാതാക്കുകയാണ്. പക്ഷെ അതിനും ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വേണമെങ്കിൽ കൗണ്ടർ ആയിട്ട് പറയാം കേട്ടോ. നമ്മളൊരു 5 വർഷം മുന്നേ നമ്മൾ ചെയ്ത കാര്യങ്ങളിലാണോ ഇന്ന് ചെയ്യുന്നത്? അതിന്റെ 10 മടങ്ങ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലേ? നമ്മൾ വായിക്കുന്നു, നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മൾ പല കാര്യങ്ങൾ വായിക്കുന്നു, എഴുതുന്നു, പഠിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ അപ്പോ നിങ്ങളുടെ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്ലോഗനായിട്ട് പറയുന്നത് മേക്കിംഗ് തിങ്സ് ഈസിയർ എന്നാണ്. കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ വി ആർ ലോസിങ് അവർ ക്രിയേറ്റിവിറ്റി ഇൻ കോംപ്രമൈസ് ഫോർ ഇറ്റ്, അല്ലേ? നിങ്ങൾക്ക് ഒരു പുസ്തകം 500 പേജുള്ള ഒരു പുസ്തകം നിങ്ങൾക്ക് നന്നായി വായിച്ചെടുക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. അരമണിക്കൂറിന്റെ അല്ലെങ്കിൽ ഒരു 10 വരിയുടെ സമ്മറി നിങ്ങൾക്ക് കിട്ടിയാൽ കാര്യം എളുപ്പമാകുന്നുണ്ട്, സമ്മറി കിട്ടുന്നുണ്ട്, ആൻസർ എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ പുസ്തകം വായിച്ച അനുഭവം നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പൊ ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക എന്ന് പത്മരാജൻ ലോലയിൽ എഴുതുന്നുണ്ട്. അസാധ്യമായ ഒരു വിരഹം അതിൽ തുടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്ന് ആ വരി അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരിയാണ്. നിങ്ങൾക്ക് പത്മരാജന്റെ ലോലയുടെ സമ്മറി എന്താണെന്ന് നിങ്ങൾ എയോട് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻഡ് ഗീവ് മീ 1 ഇമ്പോർട്ടന്റ് ലൈൻ ഇൻ ലോല ഓഫ് പത്മരാജൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക, വീണ്ടും കണ്ടതായി എന്നുള്ള ആ വരി നിങ്ങൾക്ക് വരും.